ഹലോ. അപ്പോൾ ദക്ഷിണ ലേണിംഗ്സിന്റെ എക്കണോമിക്സിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ എന്താണ് മൊണേറ്ററി പോളിസി ആൻഡ് ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്ന സാധനമാണ്. ഓക്കെ, എന്താണ് മൊണേറ്ററി പോളിസി, എന്താണ് ഫിസ്ക്കൽ പോളിസി, എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ, എന്തിനാണ് ഈ സാധനം ഉപയോഗിക്കുന്നത് മുതലായി ഇതുമായി ബന്ധപ്പെട്ട നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് കുറച്ച് PYQs നോക്കാം. ഈ പോർഷൻസിൽ നിന്ന് ഒത്തിരി PYQs നമുക്ക് വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മളിങ്ങനെ ഒന്ന് നോക്കി പോകുന്നു. അതായത് ഏതൊക്കെ രീതിയിലാണ് ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യപ്പെടുക എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചില PYQs ജസ്റ്റ് നോക്കുന്നു. നോക്കിയേ, ഈ ഒന്നാമത് കിടക്കുന്ന ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് SLR എന്ന് പറയുന്ന ഒരു ഐഡിയയുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ചോദ്യമാണ്. SLR. അപ്പൊ അതിനകത്ത് ക്വസ്റ്റ്യൻ പറയുന്നത് എങ്ങനെയാണ്, എന്താണ്, റിസർവ് ബാങ്ക് SLR ഒരു 50 പോയിന്റ് കുറച്ചാൽ ഈ താഴെ പറയുന്നതിൽ എന്ത് ആയിരിക്കും ഇന്ത്യൻ എക്കണോമിയിൽ സംഭവിക്കാൻ സാധ്യതയുള്ളത് എന്നാണ് ഒരു ചോദ്യം. അപ്പോൾ ഇതിന് ഉത്തരം പറയണമെങ്കിൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം, SLR എന്താണെന്ന് മനസ്സിലാക്കണം, SLR എന്തിനാണെന്ന് മനസ്സിലാക്കണം, അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കണം, നമ്മുടെ മറ്റ് എക്കണോമിക് ആക്ടിവിറ്റീസുമായിട്ട് ഈ SLR എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നത് മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ച് PYQs നോക്കാം. അപ്പൊ ഈ ഒരു പോർഷനിൽ നമുക്ക് ഒരുപാട് PYQs വന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട കുറച്ച് PYQs ഡിസ്കസ് ചെയ്യാം. അതായത് എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ പൊതുവെ ഈ പോർഷനിൽ നിന്ന് വരിക, അതുപോലെ തന്നെ ഏത് രീതിയിലായിരിക്കും ആ ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യുക മുതലായ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. നോക്കിയേ, ഈ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇത് എന്തിനെ കുറിച്ചാണ് പറയുന്നത്, SLR എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ കുറിച്ചുള്ള ചോദ്യമാണ്. ഓക്കെ, SLR. സോ ഇതിനകത്ത് പറയുന്നത് എന്താണ്, ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്, when Reserve Bank of India is reducing the SLR by 50 points. അതായത് SLR കുറച്ചാൽ താഴെ പറയുന്നതിൽ എന്തൊക്കെ ഇഫക്റ്റുകളായിരിക്കും ഇന്ത്യൻ എക്കണോമിയിൽ ഉണ്ടാവുക എന്നാണ് ചോദ്യം. കുറച്ച് ഓപ്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. GDP ഗ്രോ ചെയ്യുമെന്നോ, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഇൻവെസ്റ്റ്മെന്റ് കൂടുമെന്നോ, അതുപോലെ തന്നെ ബാങ്കുകൾ അവരുടെ എന്താ പറയാ ഇൻട്രസ്റ്റ് റേറ്റ്, അതാണ് ഈ ലെൻഡിങ് റേറ്റ് എന്ന് പറഞ്ഞാൽ ബാങ്കുകൾ ഈടാക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ്, അത് കുറയ്ക്കുമെന്നോ ഒക്കെ കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ ഇത് ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. സോ ഇത് ക്രാക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തൊക്കെ അറിഞ്ഞിരിക്കണം, SLR എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം, സ്വാഭാവികമായിട്ടും അറിഞ്ഞിരിക്കണം. പിന്നെയോ എങ്ങനെയാണ് SLR നമ്മുടെ എക്കണോമിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് മനസ്സിലാക്കണം, അല്ലേ? അപ്പോൾ ഇതുപോലെ ഓരോ ചോദ്യങ്ങൾക്ക് അത് നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ചില ടേമുകൾ കാണാൻ സാധിക്കും. SLR, CRR, ഇങ്ങനെ കുറെ ടേമുകൾ. ഈ ടേമുകൾ എന്താണ്, ആ ടേമുകൾ നമ്മളെ എക്കണോമിയിൽ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്, പിന്നെ ഇവയ്ക്കിടയിലുള്ള ആ ഒരു അഭേദ്യമായ ബന്ധം, അവയ്ക്കിടയിലുള്ള ഒരു കണക്ഷൻ എന്താണെന്ന് മനസ്സിലാക്കണം. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇത്തരം ചോദ്യങ്ങളൊക്കെ ക്രാക്ക് ചെയ്യാം. നമുക്ക് മറ്റൊരു ചോദ്യം നോക്കാം. ഇത് മൊണേറ്ററി പോളിസി ടൂൾസുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ്. അപ്പോൾ ആദ്യമേ മനസ്സിലായല്ലോ, മൊണേറ്ററി പോളിസി ടൂൾസ് എന്തൊക്കെയാണെന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം, എങ്കിലേ നമുക്ക് ഇതിന് ആൻസർ ചെയ്യാൻ കഴിയത്തുള്ളൂ. വിത്ത് റെഫറൻസ് ടു ഇന്ത്യൻ എക്കണോമി കൺസിഡർ ദ ഫോളോയിങ്. കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തോ ബാങ്ക് റേറ്റ് എന്നോ, പിന്നെന്താണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് എന്നോ, പബ്ലിക് ഡെറ്റ് എന്നോ, പബ്ലിക് റവന്യൂ എന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്. ചോദ്യം എന്താണ്, താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് മൊണേറ്ററി പോളിസി എന്നാ ചോദിക്കുന്നത്, അല്ലേ? സോ മൊണേറ്ററി പോളിസി ഏതൊക്കെയാണെന്ന് അറിയാവുന്ന ഒരാൾക്ക് ഇത് എന്ത് ചെയ്യാം, സുഖമായിട്ട് ക്രാക്ക് ചെയ്യാം. സോ മൊണേറ്ററി പോളിസീസ് എന്തൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം, ഇല്ലേ? നമ്മൾ പഠിക്കാൻ പോകുന്ന നമ്മുടെ ഹെഡിങ് തന്നെ അതാണ്, മൊണേറ്ററി പോളിസി ആൻഡ് ഫിസ്ക്കൽ പോളിസി. സോ മൊണേറ്ററി പോളിസി എന്താണ്, ഫിസ്ക്കൽ പോളിസി എന്താണെന്ന് അറിയുമ്പോൾ നമുക്കിത് ക്രാക്ക് ചെയ്യാൻ പറ്റും. വീണ്ടും മൊണേറ്ററി പോളിസിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് നോട്ട് ദ മോസ്റ്റ് ലൈക്ലി മെഷർ the government or RBI takes to stop the slide of Indian rupee. അതായത് ഇന്ത്യൻ മണിയുടെ മൂല്യം കുറയുന്നതിനെ തടയാൻ വേണ്ടി താഴെ പറയുന്നതിൽ എന്തായിരിക്കും ഗവൺമെന്റോ RBIയോ എടുക്കുന്ന ഒരു നിലപാട് എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ അത് ഈ കണക്ഷൻ, അപ്പോൾ എന്ത് ചെയ്താൽ എന്ത് സംഭവിക്കും, ആ ഒരു കണക്ഷൻ കിട്ടിക്കഴിയുമ്പോൾ ഇത് നമുക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാം, ക്രാക്ക് ചെയ്യാം. ഇത് എക്സ്പാൻഷണറി മൊണേറ്ററി പോളിസി എന്ന് പറയുന്ന ഒരു അല്ലെങ്കിൽ എക്സ്പാൻഷനിസ്റ്റ് മൊണേറ്ററി പോളിസി എന്ന് പറയുന്ന എന്ത് വേണം നമുക്ക് വിളിക്കാം, ആ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഇഫ് ദ RBI ഡിസൈഡഡ് ടു അഡോപ്റ്റ് ആൻ എക്സ്പാൻഷനിസ്റ്റ് മൊണേറ്ററി പോളിസി, വിച്ച് ഓഫ് ദ ഫോളോയിങ് വുഡ് എന്താണ് സംഭവിക്കുന്നില്ലെന്നോ, ഫോളോയിങ് വുഡ് ഇറ്റ് നോട്ട് ഡു, അതെന്ത് ചെയ്യില്ല എന്ന്. എക്സ്പാൻഷണറി മൊണേറ്ററി പോളിസിയാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ
താഴെ പറയുന്നവയിൽ എന്ത് കാര്യം ചെയ്യില്ല എന്നാണ് ചോദിക്കുന്നത് അല്ലേ. സോ നമ്മളിവിടെ എക്സ്പാൻഷനിസ്റ്റ് മൊണറ്ററി പോളിസി അല്ലെങ്കിൽ എക്സ്പാൻഷണറി മൊണറ്ററി പോളിസി എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിനുള്ള ടൂൾസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയിരിക്കണം. അതിന് എക്കോണമിയുള്ള റിലേഷൻ മനസ്സിലാക്കിയിരിക്കണം. ഇത്രയേ ഉള്ളൂ ടേം, ആ കൺസെപ്റ്റ്, അതിന്റെ റിലേഷൻ അല്ലേ. അവന് എക്കോണമിയുമായിട്ട് ഡയറക്റ്റ് ആയിട്ടുള്ള റിലേഷൻ, മറ്റ് ടേമുകളുമായി ഇവർക്കുള്ള റിലേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഇത്തരം ചോദ്യങ്ങൾ ക്രാക്ക് ചെയ്യാം. ദെൻ എക്സ്റ്റേണൽ ഡെറ്റ് നമ്മുടെ കടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെ. എക്സ്റ്റേണൽ ഡെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദേശികളുമായിട്ട്, വൈദേശിക ബാങ്കുകളാകാം, വ്യക്തികളാകാം, അവരുമായിട്ട് നമുക്കുള്ള കടത്തെക്കുറിച്ചുള്ള ഒരു ചോദ്യമാണ്. കൺസിഡർ ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ്. മോസ്റ്റ് ഓഫ് ഇന്ത്യസ് എക്സ്റ്റേണൽ ഡെറ്റ് ഈസ് ഓൺഡ് ബൈ ഗവൺമെന്റ് എൻറ്റിറ്റീസ്. അതൊരു എന്താ പറയാ, ഭയങ്കര കൺസെപ്റ്റ് അല്ല, അതൊരു നോളജ് ബേസ്ഡ് സാധനമാണ്. ഇന്ത്യയിലെ എക്സ്റ്റേണൽ ഡെറ്റ് കൂടുതലും ഗവൺമെന്റിനാണോ പ്രൈവറ്റിനാണോ എന്ന് അറിയാവുന്ന ഒരാൾക്ക് അത് എഴുതാം. ഓൾ ഓഫ് ഇന്ത്യസ് എക്സ്റ്റേണൽ ഡെറ്റ് ഈസ് ഡിനോട്ടഡ് ഇൻ US ഡോളർ. അതായത് നമുക്ക് ആൾക്കാർ കടം തരുന്ന സമയത്ത് ഇത്ര രൂപ ഇവൻ കടം വാങ്ങി എന്നാണോ, അല്ല ഇത്ര ഡോളർ ഇവൻ കടം വാങ്ങി എന്നാണോ പറയുന്നത് എന്നാണ് ആ ചോദ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണെന്നുള്ളത് നമുക്ക് പഠിച്ചു വരുമ്പോൾ നമുക്ക് നോക്കാം. പിന്നെ എന്താണ് ഡെഫിസിറ്റ് എന്താണ് ഡെഫിസിറ്റ്, ഈ ഡെഫിസിറ്റ് എങ്ങനെയാണ് നമ്മുടെ എക്കോണമി അഫക്റ്റ് ചെയ്യുന്നത് മുതലായ കാര്യങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ ഈ ചോദ്യത്തിന് നമുക്ക് ഉത്തരം എഴുതാൻ കഴിയും. എന്താ ഈ ക്വസ്റ്റ്യൻ എന്താണ്? There has been persistent deficit budget for years after years. കുറേ കാലമായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ഡെഫിസിറ്റ് ബഡ്ജറ്റാണ് ഫോളോ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ താഴെ പറയുന്നതിൽ ഏതൊക്കെ കാര്യം ചെയ്തുകൊണ്ട് ഈ ഡെഫിസിറ്റ് കുറയ്ക്കാം എന്നാണ് ചോദിക്കുന്നത്. സോ ഡെഫിസിറ്റ് എന്തുകൊണ്ട് ഇങ്ങനെ നിലനിൽക്കുന്നു? ഡെഫിസിറ്റ് നല്ലതാണോ ചീത്തയാണോ? ഇനി ഡെഫിസിറ്റ് കുറയ്ക്കാൻ എന്തൊക്കെ ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് സാധാരണഗതിയിൽ ഒരു ഐഡിയയിൽ പറയാം അല്ലേ. നമ്മൾ ആ ഐഡിയയിലുള്ള കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമുക്ക് ചെയ്ത് ഡെഫിസിറ്റ് കുറയ്ക്കുന്നത് നല്ലതാണോ? ഇനി അങ്ങനെ അല്ല എങ്കിൽ പിന്നെ എന്തൊക്കെ ചെയ്ത് ഡെഫിസിറ്റ് കുറയ്ക്കുന്നതാണ് നല്ലത് മുതലായ കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ടൊരു അവബോധം ഉണ്ടെങ്കിൽ ഈ ചോദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഉത്തരം എഴുതാം അല്ലെങ്കിൽ ക്രാക്ക് ചെയ്യാം എന്നുള്ളതാണ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യം. അപ്പോൾ ഇതൊന്നും നമ്മൾ ഡയറക്റ്റായിട്ട് ഈ ഒരു എന്താ പറയുക, ഇതായിട്ട് തന്നെ നമ്മളിവിടെ പഠിക്കുന്നില്ല. പക്ഷെ നമ്മൾ ഈ പഠിക്കുന്ന കൺസെപ്റ്റ് പഠിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഇത് ഗവൺമെന്റിന്റെ പോളിസിയുമായി ബന്ധപ്പെട്ടതാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. സോ ഈ ഗവൺമെന്റിന്റെ ഫിസ്ക്കൽ പോളിസി മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് ഇതിന്റെ ഒരു ഉത്തരവ് നമുക്ക് ലഭിക്കുന്നതാണ്. എന്താണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, എങ്ങനെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്താണ്? വിത്ത് റെഫറൻസ് ടു ദ എക്സ്പെൻഡിച്ചർ മെയ്ഡ് ബൈ അൻ ഓർഗനൈസേഷൻ ഓർ എ കമ്പനി വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് എന്നാ ചോദിക്കുക. സോ എന്താണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, എങ്ങനെയാണ് ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഒരു എക്കണോമി, അതൊരു സ്ഥാപനമാകട്ടെ ഒരു രാജ്യമാകട്ടെ, ഇവരെ എങ്ങനെയാണ് ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ബാധിക്കുന്നത്, എന്താണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് എക്കണോമിയുമായിട്ടുള്ള കണക്ഷൻ മുതലായ കാര്യങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ഇതും ക്രാക്ക് ചെയ്യാൻ സാധിക്കും. വീണ്ടും മൊണറ്ററി പോളിസി ടൂളുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം. താഴെ പറയുന്നതിൽ ഏതാണ് അല്ലേ? വിച്ച് ഓഫ് ദ എബോ ഈസ് മൊണറ്ററി പോളിസി ടൂൾ എന്നാണ് ചോദിക്കുന്നത്. സിമ്പിൾ. പിന്നെ വീണ്ടും മൊണറ്ററി പോളിസിയുമായി ബന്ധപ്പെട്ട ചോദ്യം. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ നമുക്ക് കൂടുതലായിട്ട് മറ്റ് കാര്യങ്ങൾ സംസാരിക്കാതെ ഡയറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ടോപ്പിക്കിനകത്തേക്ക് കയറാം. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ പഠിക്കാൻ പോകുന്നത് മൊണറ്ററി പോളിസി വേഴ്സസ് ഫിസിക്കൽ പോളിസി, അല്ലെങ്കിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മൊണറ്ററി പോളിസി ആൻഡ് ഫിസിക്കൽ പോളിസിയാണ്. സോ അതൊന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഇങ്ങനെ ഒരു സ്ലൈഡ് ഇട്ടേക്കുന്നതേ ഉള്ളൂ. ശരി, നമുക്ക് നോക്കാം. നമ്മളെ ഇതെല്ലാം പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ഈ ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന ഒരു സംഗതിയെ കുറിച്ചിട്ടാണ്. ഇൻഫ്ലേഷൻ എന്താണ് എന്നും ഇൻഫ്ലേഷനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയ കാര്യങ്ങളെക്കുറിച്ചും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ക്ലാസ് തൊട്ട് പുറകെ തന്നെ വരുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് ഇതിനെക്കുറിച്ച് വിശദമായിട്ട് മനസ്സിലാക്കാം. പക്ഷേ ഇപ്പോൾ നമുക്ക് ജനറലി ഒരു പൊതുവെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കി വെക്കാം. കാരണം ഈ പറയുന്ന ഈ പെടാപ്പാടൊക്കെ നമ്മൾ വിടുന്നത് ഈ മൊണറ്ററി പോളിസി ആയാലും ഫിസിക്കൽ പോളിസി ആയാലും ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് ഈ പറയുന്ന ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന ഒരു സംഗതി അവിടെ ഉള്ളത് കൊണ്ടാണ്. സോ എന്താണ് ഇൻഫ്ലേഷൻ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് അതൊന്ന് ഡിസ്കസ് ചെയ്യാം. നോക്കണം മക്കളെ, നമ്മളിപ്പോൾ സാധാരണഗതിയിലുള്ള ഒരു രാജ്യം നമ്മൾ ഒന്ന് ഇമേജിൻ ചെയ്യാം. സാധാരണ രീതിയിലെ ഒരു രാജ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, നമ്മൾ ഓരോരുത്തരും കിനാവ് കാണുന്ന അല്ലേ ഒരു കിനാശേരി അല്ലെ. അതായത് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാത്ത, എല്ലാ ദിവസവും നേരം വളരെ ശാന്തമായി പുലരുകയും നേരം പുലർന്ന ഉടൻ തന്നെ ആൾക്കാരൊക്കെ എന്ത് ചെയ്യുന്നു, നന്നായിട്ട് കുളിച്ച് വൃത്തിയായി ഭക്ഷണമൊക്കെ കഴിച്ച് പണിക്ക് പോകുന്ന, തൊഴിലാളിമാർക്ക് നേരെ സമരം ചെയ്യാത്ത,
മുതലാളിമാര് തൊഴിലാളികളെ ചൂഷണം ചെയ്യാത്ത, അത്യാഗ്രഹമുള്ള മുതലാളിമാരില്ലാത്ത, അങ്ങനെ കള്ളവുമില്ല ചതിയുമില്ല എന്നൊക്കെ പറയുന്ന പൂഴ്ത്തിവെപ്പ് ഒരു പരിപാടി ഇല്ലാത്ത വളരെ അടിപൊളിയായിട്ടുള്ള ഒരു എക്കണോമി നമ്മൾ ഒന്ന് സങ്കല്പിക്കുക. അങ്ങനെയുള്ള ഒരു എക്കണോമിയെ സംബന്ധിച്ചിടത്തോളം ആ എക്കണോമിയിൽ സാധാരണഗതിയിൽ സംഭവിക്കുന്ന ഒരു പ്രവർത്തനം എന്തായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മക്കളെ ഏതാണ്ട് ആ എക്കണോമി നല്ല രീതിയിലാണ് പോകുന്നത്. എല്ലാ ആൾക്കാരും ജോലിക്ക് പോകുന്നുണ്ട്. എല്ലാ ആൾക്കാരും ജോലിക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കും? എല്ലാ ആൾക്കാരുടെ കയ്യിലും ക്യാഷ് വരുന്നുണ്ട്. ആൾക്കാരുടെ കയ്യിൽ ക്യാഷ് വന്നു കഴിഞ്ഞാൽ ഈ ആൾക്കാരുടെയൊക്കെ കൂടെ വരുമാനത്തിന്റെ തുകയാണ് രാജ്യത്തിന്റെ വരുമാനം, അല്ലേ? സോ രാജ്യത്തിന്റെ GDP ഉയരുന്നുണ്ട്, രാജ്യം കൂടുതൽ എക്സ്പാൻഡ് ആകുന്നുണ്ട്. ഇത്തരത്തിൽ രാജ്യം സാമ്പത്തികമായി മുന്നിലേക്ക് പോകുമ്പോൾ സർക്കാരിന് ഒരുപാട് ടാക്സ് കിട്ടുന്നുണ്ട്. സർക്കാർ ഇത് ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും ഒരുപാട് എക്സ്പാൻഷണറി ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്. റോഡുകൾ നിർമ്മിക്കുന്നു, ബിൽഡിങ്ങുകൾ നിർമ്മിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ എക്കണോമി അങ്ങോട്ട് ബൂസ്റ്റ് ആവും. നമ്മുടെ എക്കണോമി അങ്ങനെ ബൂസ്റ്റായി അതാ എക്കണോമി ബൂസ്റ്റ് ആവും. പക്ഷെ ഇതിനകത്തൊരു പ്രശ്നമുണ്ട്. പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ ആൾക്കാരുടെ കയ്യിലും ക്യാഷ് ആയി കഴിഞ്ഞാൽ ഈ എല്ലാ ആൾക്കാരും എന്ത് ചെയ്യും? ഇവരുടെ കയ്യിലുള്ള ക്യാഷും കൊണ്ട് മാർക്കറ്റിൽ ഇറങ്ങി സാധനങ്ങൾ വാങ്ങാൻ തുടങ്ങും. ആൾക്കാരുടെ കയ്യിലൊക്കെ പൂത്ത ക്യാഷ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? വേണമെന്നുള്ള സാധനവും വേണ്ടാത്ത സാധനവും ഒക്കെ കൂടെ നമ്മൾ എന്ത് ചെയ്യും? പോയി ഡിമാൻഡ് ചെയ്യും, അല്ലേ? ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പം നമ്മുടെ കയ്യിൽ ഒരു പൈസ ഇല്ല, നമ്മൾ പാപ്പരായിട്ടിരിക്കുക. ആ സമയത്ത് നമ്മൾ ഓൺലൈൻ ഇപ്പം നമ്മൾ മീഷോയിൽ ഒരു ഓർഡർ കാണുകയാണ്, നല്ല ഒരു ഷർട്ട് അല്ലെങ്കിൽ നല്ല ഒരു ടോപ്പ്, ഒരു ചുരിദാർ നമ്മൾ കാണുന്നു. നമ്മൾ പെട്ടെന്ന് അത് ചാടിക്കീറ നമ്മൾ വാങ്ങാൻ നിൽക്കത്തില്ല. വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട്, ശരിയാണ്. പക്ഷെ ക്യാഷ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആ ആഗ്രഹം പതിയെ ഒരു സൈഡിലേക്ക് വെച്ചിട്ട് നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് കളിക്കും, അല്ലേ? അതേസമയം നമ്മുടെ കയ്യിൽ ഒരു ആവശ്യമില്ലാതെ കുറേ ക്യാഷ് ഇരിക്കുകയാണെങ്കിലും ഇപ്പൊ നമുക്ക് ഡ്രസ്സ് വാങ്ങേണ്ട ഒരാവശ്യമില്ല. പക്ഷെ മീഷോയ്ക്ക് അത് കാണുമ്പോൾ തന്നെ നമുക്ക് എന്താണ്, കൊള്ളാം, അങ്ങ് വാങ്ങിക്കളയാം എന്നൊരാഗ്രഹത്തിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ കയ്യിൽ വെറുതെ ക്യാഷ് ഇരിക്കില്ലേ, ഈ ക്യാഷ് കൊണ്ട് നമ്മൾ ആ സാധനം വാങ്ങാൻ ശ്രമിക്കും. ഇത്തരത്തിൽ ആൾക്കാരുടെ കയ്യിൽ ഒത്തിരി ക്യാഷ് വരുന്ന സമയത്ത് ആൾക്കാർ ഈ ക്യാഷ് കൊണ്ട് മാർക്കറ്റിൽ ഇറങ്ങി അവർക്ക് വേണമെന്നുള്ള സാധനവും വേണ്ടാത്ത സാധനവും ഒക്കെ എന്ത് ചെയ്യും? ഡിമാൻഡ് ചെയ്യും. ഇത്തരത്തിൽ ആൾക്കാർ ഭയങ്കരമായിട്ട് മാർക്കറ്റിൽ ഇറങ്ങി സാധനങ്ങൾ ഡിമാൻഡ് ചെയ്യാൻ തുടങ്ങുകയും ഈ ഡിമാൻഡിനെ മീറ്റ് ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ മാർക്കറ്റിൽ സപ്ലൈ ഇല്ലാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ടും സാധനങ്ങളുടെയും സാമഗ്രികളുടെയും വില ഉയരും. അതായത് നമുക്ക് കോവിഡിന് തൊട്ട് മുമ്പുണ്ടായ ഒരു ഇൻസിഡന്റ് നോക്കാം. കോവിഡിന് മുമ്പ് നമ്മൾ ഈ മാസ്ക് ഒക്കെ ആരെങ്കിലും ഉപയോഗിക്കൂടാ? എനിക്കറിയില്ല, ഞാൻ ഉപയോഗിക്കത്തില്ലായിരുന്നു. ഈ മാസ്കിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, മക്കളെ ഇത് 2 രൂപ 3 രൂപ 4 രൂപ 5 രൂപ ഇതിന് വിലയുള്ളൂ, മാക്സിമം പോയാൽ 5. പെട്ടെന്ന് ഒരു ദിവസം നമ്മൾ TV-യിലൂടെ അനൗൺസ്മെന്റ് കേൾക്കുകയാണ്, നാളെ മുതൽ മാസ്ക് എല്ലാവർക്കും നിർബന്ധമാണ്. ഈ കേട്ട സമയത്ത് മക്കളെ ഞാനും ഇറങ്ങി പുറത്ത് മാസ്ക് വാങ്ങാൻ ഇറങ്ങി. ഒരുപാട് ഷോപ്പുകളിൽ അന്വേഷിച്ചു, എവിടെയും മാസ്ക് ഇല്ല. പല സ്ഥലത്തും മാസ്ക് ഉണ്ടായിരുന്നു, ഇവരിത് പൂഴ്ത്തി വെച്ചിരിക്കുകയായിരുന്നു. കാര്യം ഭാവിയിൽ ഇനിയും ഇതിന്റെ വില കൂടുമ്പോൾ നമുക്ക് ഉയർന്ന പ്രൈസിന് വിൽക്കാമെന്ന് കരുതി കുറെ ആൾക്കാർ എന്ത് ചെയ്തു? ഈ മാസ്ക് ഉണ്ടായിരുന്നിട്ട് വിൽക്കാതെ പൂഴ്ത്തി വെച്ചു. ഇനി എനിക്ക് പരിചയമുള്ള ഒരാളുടെ കടയിൽ ഞാൻ ചെന്നപ്പോൾ പുള്ളി ആദ്യം ഇല്ലാന്ന വന്നവരോടൊക്കെ പറയുന്നത്, പിന്നെ എന്നോട് പറഞ്ഞു, മാസ്ക് ഉണ്ട് തരാം, പക്ഷെ 25 രൂപയാന്ന് പറഞ്ഞു. 25 രൂപയോ ഒരു മാസ്കോ? പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? നാളെ പുറത്തിറങ്ങണമെങ്കിൽ മാസ്ക് വെച്ചേ പറ്റത്തുള്ളൂ. സോ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണഗതിയിൽ ആരും ഈ മാസ്ക് അങ്ങനെ വാങ്ങാറില്ല. അതുകൊണ്ട് തന്നെ ഈ റെഡി ടു സെൽ, ഇപ്പോൾ ഓർഡർ കിട്ടിയാൽ ഇപ്പം തന്നെ കൊടുക്കാൻ കഴിയുന്ന വിധത്തിൽ റെഡി ടു സെല്ലായിട്ട് ഈ പറയുന്ന മെഡിക്കൽ സ്റ്റോറുകളിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള മാസ്കിനൊരു എമൗണ്ട് ഉണ്ട്. അവർ വല്ലപ്പോഴും ആരെങ്കിലും വാങ്ങുന്നു, അപ്പോൾ അവർക്ക് കൊടുക്കാം എന്ന കണക്കിന് ഒരു ചെറിയ ഒരളവ് മാസ്കാണ് എടുത്ത് വെച്ചേക്കുന്നത്. പെട്ടെന്ന് ഇതിൻ്റെ ഡിമാൻഡ് ഇങ്ങനെ ഉയർന്നപ്പോൾ, ഇച്ചിരി വില കൂടിയാലും കുഴപ്പമില്ല, ഈ സാധനം നമ്മൾ വാങ്ങും, കാര്യം വാങ്ങിയാലേ നാളെ പുറത്തിറങ്ങാൻ പറ്റൂ എന്നൊരു സിറ്റുവേഷൻ വന്നപ്പോൾ ആൾക്കാർക്ക് അവരുടെ കയ്യിലുള്ള ക്യാഷും കൊണ്ട് മാർക്കറ്റിൽ ഇറങ്ങി സാധനം ഡിമാൻഡ് ചെയ്യാൻ തുടങ്ങി. സോ ആദ്യം പോകുന്ന 1-2 പേർക്ക് 5 രൂപയ്ക്ക് തന്നെ മാസ്ക് കിട്ടും. പക്ഷേ കടക്കാരൻ നോക്കുമ്പോഴത്തേക്കും മാസ്കിന് ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുക. പക്ഷെ നമ്മുടെ കയ്യിലെ മാസ്കിന്റെ അളവ് എന്താണ്? കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ മാർക്കറ്റിൽ ഡിമാൻഡ് കൂടി, സപ്ലൈ കുറഞ്ഞു. ഈ സപ്ലൈ എന്ന വാക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കണം കേട്ടോ. സപ്ലൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡി ടു സെല്ലായിട്ടുള്ള ഗുഡ്സിനെയും അല്ലെങ്കിൽ റെഡി ടു ഗീവ് ആയിട്ടുള്ള സർവീസിനെയും പറയുന്ന പേരാണ് സപ്ലൈ. അതായത് 2 ദിവസം കഴിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? കൂടുതൽ മാസ്ക് പ്രിന്റ് ചെയ്ത് കൊടുക്കാം, അല്ലെ? അടിച്ചു കൊടുക്കാം, തയ്ച്ചു കൊടുക്കാം. പക്ഷെ അതിനല്ല നമ്മൾ സപ്ലൈ എന്ന് പറയാം.
ഇപ്പോൾ ഈ നിമിഷം എത്ര മാസ്ക് റെഡി ടു ഗീവ് ആണ്, ഇതിനെയാണ് നമ്മൾ സപ്ലൈ എന്ന് പറയുക. സോ മാർക്കറ്റിൽ സപ്ലൈ ആവശ്യത്തിന് ഇല്ല, പക്ഷെ ഡിമാൻഡ് ഭയങ്കരമായി ഉയർന്നു. സ്വാഭാവികമായും കടയിലെ ചേട്ടൻ പറഞ്ഞു, എടാ മാസ്ക് തരാം. ഉദാഹരണത്തിന് ചേട്ടൻ്റെ കയ്യിൽ 100 മാസ്കേ ഉള്ളൂ, 500 പേര് മാസ്ക് വാങ്ങാൻ വന്നു. അപ്പോൾ ചേട്ടൻ പറയും, എടാ ഒരു കാര്യം ചെയ്യാം, മാസ്ക് തരാം, പക്ഷെ ഒരു മാസ്കിൻ്റെ വില 10 രൂപയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ചില ആൾക്കാർ മനസ്സ് വേദനിച്ചുകൊണ്ട് അവർ തിരിച്ചു പോകും. പക്ഷേ ഭൂരിഭാഗം ആൾക്കാർ വീണ്ടും ഇത് വാങ്ങാൻ തയ്യാറാകും. അങ്ങനെ വീണ്ടും ആൾക്കാർ വാങ്ങാൻ തയ്യാറാകുമ്പോൾ ചേട്ടൻ്റെ കയ്യിൽ കൊടുക്കാനില്ല, 500 മാസ്ക് കൊടുക്കാനില്ല, ചേട്ടൻ വീണ്ടും വില ഉയർത്തും. എടാ ഒരു കാര്യം ചെയ്യാം, 15 രൂപയ്ക്ക് വാങ്ങാൻ തയ്യാറായിട്ടുള്ളവർക്ക് മാസ്ക് തരാം. അപ്പോഴും കുറച്ച് ആൾക്കാർ എന്ത് ചെയ്യും, പിൻവലിയും. വീണ്ടും ഒരു 10-300 പേര് പിന്നെയും വാങ്ങാൻ തയ്യാറാണ്. ചേട്ടൻ്റെ കയ്യിൽ 100 മാസേ റെഡി ടു അവൈലബിൾ ആയിട്ടുള്ളൂ. ചേട്ടൻ വീണ്ടും വില കൂട്ടും. ഇപ്പോൾ മാസ്കിൻ്റെ വില എത്രയായി? 20 വീണ്ടും ആൾക്കാർ വാങ്ങാൻ തയ്യാറാണെങ്കിൽ മാസ്കിൻ്റെ വില പിന്നെ എന്താവും? 25 ആവും. മനസ്സിലാവുന്നുണ്ടോ? ഇതിനെയാണ് നമ്മൾ പൊതുവെ ഇൻഫ്ലേഷൻ എന്ന് പറയുക. സോ ആൾക്കാരുടെ കയ്യിലൊക്കെ ക്യാഷ് വന്നു, എല്ലാ ആൾക്കാരും മാർക്കറ്റിൽ ഇറങ്ങി സാധനങ്ങൾ ഡിമാൻഡ് ചെയ്യാൻ തുടങ്ങിയാൽ സ്വാഭാവികമായിട്ടും സാധനങ്ങളുടെയും സാമഗ്രികളുടെയും വില ഉയരും. നമുക്ക് തോന്നും അതെന്താ അങ്ങനെ, അവർക്ക് വേറെ സാധനം ബിൽഡ് ചെയ്ത് കൊടുത്താൽ പോരെ. എടാ സപ്ലൈ കൂട്ടിയെടുക്കാം, പക്ഷേ ഈ സപ്ലൈ കൂട്ടുക എന്ന് പറയുന്നത് ഒരു നിമിഷത്തിൽ സംഭവിക്കുന്ന കാര്യമില്ല. മന്ത്രം പറഞ്ഞിട്ട് ഓം ക്രീം കുട്ടിച്ചാത്താന്ന് പറഞ്ഞ ഉടനെ ഈ സാധനം അങ്ങ് ഉണ്ടായി വരത്തില്ല. അപ്പം ഇതിന് നിലവിലുള്ള കമ്പനികൾ എന്ത് ചെയ്യണം? കമ്പനികൾ എക്സ്പാൻഡ് ചെയ്യണം, കൂടുതൽ തൊഴിലാളികളെ ജോലിക്ക് വെക്കണം, അല്ലേ? കൂടുതൽ റോ മെറ്റീരിയൽസ് കണ്ടെത്തണം, എന്നിട്ട് കൂടുതൽ പ്രോസസ്സിങ് നടത്തണം. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാലേ കൂടുതൽ സാധനം മാർക്കറ്റിൽ ഇറക്കാൻ കഴിയും. ഈ ഒരു ടൈം ഗ്യാപ്പ് ഉണ്ടല്ലോ, ഈ ഡിമാൻഡ് കൂടിയത് മുതൽ സപ്ലൈ അതിനോടൊപ്പം ഉയർത്തുന്നതിനിടയിലുള്ള ആ ഒരു ടൈം, ആ ടൈമിൽ പൊതുവെ എന്ത് ചെയ്യാറുണ്ട്? സാധനങ്ങളുടെയും സാമഗ്രികളുടെയും വില നന്നായിട്ട് ഉയരാറുണ്ട്. ഇതിനെയാണ് ബേസിക്കലി നമ്മൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ആയിക്കോട്ടെ, ഇത്തരത്തിൽ ഇൻഫ്ലേഷൻ കൂടുന്ന സമയത്ത് മക്കളെ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, ഈ വരുമാനം എല്ലാ ആൾക്കാരും പണിക്ക് പോകുന്നുണ്ട്. നമ്മൾ ഈ കിനാശ്ശേരിയിൽ അല്ലേ, എല്ലാ ആൾക്കാർക്കും ക്യാഷ് ഉണ്ട്, പക്ഷെ എല്ലാവർക്കും ഒരുപോലത്തെ വരുമാനം ആയിരിക്കില്ല. ചിലർക്ക് വരുമാനം വളരെ കൂടുതലായിരിക്കും, ചിലർക്ക് വരുമാനം വളരെ കുറവായിരിക്കും. സോ വരുമാനം കൂടുതലുള്ളവന് ഈ വിലക്കയറ്റം വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല. അവൻ ക്യാഷ് കൊടുത്ത് ഇപ്പോഴും അവശ്യ സാധന വസ്തുക്കൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ കയ്യിൽ ക്യാഷ് കുറഞ്ഞ ആൾക്കാർ എന്താ ചെയ്യുക, അല്ലേ? പാവങ്ങൾക്ക് സാധനം വാങ്ങാൻ കഴിയാതെ വരുന്നു. സോ ഇങ്ങനെ ഒരു ഇഷ്യൂ വരുന്ന സമയത്ത് അവിടെ നമ്മുടെ ഗവൺമെന്റും RBI ഒക്കെ ഇടപെടും. ഗവൺമെന്റും RBI ഇവിടെ ഇടപെട്ടിട്ട് അവരെന്ത് ചെയ്യുന്നറിയോ? എടാ ഇവന്മാരുടെ കയ്യിൽ ആവശ്യമില്ലാതെ കുറേ ക്യാഷ് ഇരിക്കുന്നത് കൊണ്ടല്ലേ ഇവർ മാർക്കറ്റിൽ ഇറങ്ങി ഈ പരിപാടിയൊക്കെ കാണിക്കുന്നത്. സോ ഇവർ ഒരു കാര്യം തീരുമാനിക്കും, മാർക്കറ്റിലുള്ള ആൾക്കാരുടെ കയ്യിലിരിക്കുന്ന ക്യാഷിനെ നമുക്ക് അങ്ങ് അബ്സോർബ് ചെയ്യാം. ഇത്രയും ക്യാഷ് ആൾക്കാരുടെ കയ്യിൽ ഇരിക്കുന്നത് പ്രശ്നമാണ്. സോ കുറേ പൈസ, കുറേ മണി നമുക്കിങ്ങനെ എന്ത് ചെയ്യാം? അബ്സോർബ് ചെയ്യാം. ഇത്തരത്തിൽ ആൾക്കാരുടെ കയ്യിലെ പൈസ അബ്സോർബ് ചെയ്യാൻ വേണ്ടി സർക്കാരിൻ്റെതായിട്ടുള്ള കുറേ പോളിസികൾ കൊണ്ടുവരും, ബാങ്കിൻ്റെതായിട്ടുള്ള കുറച്ച് പോളിസികൾ കൊണ്ടുവരും. ഇത്തരത്തിൽ സർക്കാർ കൊണ്ടുവരുന്ന പോളിസികൾ സർക്കാരിൻ്റെ ഫിസ്ക്കൽ പോളിസികളാണ്. അതുപോലെ തന്നെ ബാങ്ക് കൊണ്ടുവരുന്ന പോളിസികൾ, അത് ബാങ്ക് എന്ന് പറയുമ്പോൾ സെൻട്രൽ ബാങ്ക് RBI കൊണ്ടുവരുന്ന പോളിസികളെ നമുക്ക് മൊണേറ്ററി പോളിസികൾ എന്ന് വിളിക്കാം. മൊണേറ്ററി പോളിസികൾ, മണി നമുക്ക് കിട്ടുന്നത് ബാങ്കിൽ നിന്നല്ലേ. സോ മണിയുമായി ബന്ധപ്പെട്ട മൊണേറ്ററി RBIയുടെ ഡിസിഷൻസ് ആണ്, പോളിസികളാണ്. ഫിസ്ക്കൽ എന്ന് പറയുന്നത് സർക്കാരിൻ്റെതാണ്. ഇനി അപ്പം എന്ത് സംഭവിക്കും? സോ ഇപ്പം നമ്മുടെ എക്കോണമി ഒരു ബൂമിൽ നിൽക്കുകയാണ്. ഒരു ബൂം, ഇത്രയും ഉയർന്നു നിൽക്കുന്ന ഒരു പൊസിഷനെ നമുക്ക് ബൂം എന്നൊക്കെ വിളിക്കും. അത് നിങ്ങൾ വേറെ പഠിച്ച് കാണും, ഇതൊക്കെ ബിസിനസ് സൈക്കിൾ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിച്ച് കാണും. ആയിക്കോട്ടെ, എന്നാലും ഞാൻ പറയാം. സോ സർക്കാർ ആൾക്കാർ ഇത് എങ്ങനെ അബ്സോർബ് ചെയ്യുന്നുള്ളതിനെ കുറിച്ച് നമുക്ക് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാം. ഇത്തരത്തിൽ സർക്കാരോ ബാങ്കോ ആൾക്കാരുടെ കയ്യിലിരിക്കുന്ന ക്യാഷിനെ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം എന്ത് സംഭവിക്കും? ആൾക്കാരുടെ കയ്യിൽ ആവശ്യത്തിന് ക്യാഷ് ഇല്ല. ക്യാഷ് ഇല്ലാതെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വെറുതെ ശാന്തരായിരിക്കും, അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കയ്യിൽ ക്യാഷ് ഇല്ല, അപ്പോഴാണ് നമ്മൾ മീഷോയിൽ ഡ്രസ്സിൻ്റെയൊക്കെ പരസ്യം കാണുന്നത്. അപ്പോൾ നമുക്ക് വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ വാങ്ങാൻ ക്യാഷ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ മിണ്ടാതെ ഇരിക്കും. വിച്ച് മീൻസ് ആൾക്കാർ ഭയങ്കരമായി സാധനം വാങ്ങുന്നതും ഇതിൻ്റെ പ്രൈസ് ഉയരുന്നതും കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി പ്രൊഡ്യൂസേഴ്സ് എന്ത് ചെയ്യുന്നറിയോ? അവർ കൂടുതലായി സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യും. നമ്മുടെ എക്കണോമിയിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഡിമാൻഡ് സപ്ലൈ കർവ് നിങ്ങളൊക്കെ പഠിച്ചതാണ്. പ്രൈസ് കൂടുന്ന സമയത്ത് ഡിമാൻഡ് കുറയും, പക്ഷെ സപ്ലൈ എന്ത് ചെയ്യും? കൂടും, അല്ലേ? സപ്ലൈ കൂടുന്നത് എപ്പോഴും പ്രൈസ് കൂടുമ്പോഴാണ്. സോ പ്രൈസ് കൂടി നിന്ന സമയത്ത് കമ്പനികൾ ഒത്തിരി പ്രൊഡ്യൂസ് ചെയ്ത് വെച്ചു. പക്ഷെ പെട്ടെന്ന് ആൾക്കാരുടെ കയ്യിൽ ക്യാഷ് കുറഞ്ഞപ്പോൾ ആൾക്കാരും ഈ സാധനം വാങ്ങാതെയായി. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? കടകളിലും മറ്റുമൊക്കെ ഈ സാധനങ്ങൾ ഇങ്ങനെ കെട്ടിക്കിടക്കാൻ തുടങ്ങും.
ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന സമയത്ത് ഇവർക്ക് സാധനം വില കുറച്ച് വിൽക്കേണ്ടി വരും. ഫോർ എക്സാമ്പിൾ, നിങ്ങളെ വീട്ടിൻ്റെ അടുത്തൊരു ഒരു 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 ഹോട്ടൽ ഉണ്ടെന്ന് വിചാരിക്കുക. ഹോട്ടലിൽ ഒരു ബേക്കറിക്കകത്ത് മുട്ട പപ്സ് ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ കടയിൽ സാധാരണഗതിയിൽ നിങ്ങൾ പോയി ഒരു 10 പേര് പോയി മുട്ട പപ്സ് കഴിക്കുന്നു. അതുകൊണ്ട് മാമനൊരു 10 പപ്സ് ഡെയിലി എടുത്ത് വയ്ക്കുന്നു. പെട്ടെന്ന് നിങ്ങളുടെ കയ്യിലൊക്കെ ഒത്തിരി ക്യാഷ് വന്നു. നിങ്ങളൊരു 50 പേരൊക്കെ ഒരു ദിവസം അവിടെ മുട്ട പപ്സ് വാങ്ങാൻ പോകുമ്പോഴത്തേക്കും മാമൻ എന്ത് ചെയ്യും? മാമൻ നിങ്ങൾക്ക് 50 പേർക്കും തരാൻ കണക്കിന് ആദ്യം മാമൻ വിലയൊന്ന് കയറ്റും. ഇൻഫ്ലേഷൻ അല്ലേ, ഇൻഫ്ലേഷനിലൂടെ വില കയറും. പിന്നീട് എന്ത് സംഭവിക്കും? പിന്നെ നിങ്ങളുടെ ഡിമാൻഡിനനുസരിച്ചുള്ള സപ്ലൈ മാമൻ ചെയ്യാൻ തുടങ്ങും. സപ്ലൈ ഡിമാൻഡിനെ മീറ്റ് ചെയ്യുന്ന സമയത്ത് വില വീണ്ടും പഴയതുപോലെയാവും. പക്ഷെ സപ്ലൈ നന്നായിട്ട് ഉയരും. 10 പപ്സ് വിറ്റുകൊണ്ടിരുന്ന കടയിലെ മാമൻ ഇപ്പോൾ 50 പപ്സ് വിൽക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ 100 പപ്സ് വിൽക്കാൻ തുടങ്ങി. ആയിക്കോട്ടെ, 100 പപ്സ്. പെട്ടെന്ന് നിങ്ങളുടെയൊക്കെ കയ്യിൽ ക്യാഷ് ഇല്ലാതാവുകയും നിങ്ങൾ ആരും മാർക്കറ്റിൽ പോയി സാധനം വാങ്ങാതാവുകയും ചെയ്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ലെറ്റ്സ് സേ പെട്ടെന്ന് നിങ്ങളുടെ കയ്യിലൊക്കെ ക്യാഷ് പോയി. ഇന്നലെ വരെ 100-50 പേര് പോയിക്കൊണ്ടിരുന്ന സ്ഥലത്ത് ഇപ്പൊ 10 പേരെ ഇന്ന് പപ്സ് വാങ്ങാൻ പോയി. രാവിലെ മാമൻ സന്തോഷമായിട്ട് നിങ്ങൾക്ക് സാധനം വയ്ക്കും. ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കും മാമൻ ഇത് ഈ പോക്കിൽ ഒരു സുഖം തോന്നത്തില്ല. ഇത് എന്ത് പറ്റി ആൾക്കാർ വരുന്നില്ല? ഇനി വില കൂടുതലായത് കൊണ്ടാണോ? കാര്യം ഈ സാധനം വെച്ചിരിക്കാൻ പറ്റത്തില്ലേ? രാത്രി ആകുമ്പോഴത്തേക്കും ഇത് കേടായി പോകും. ഇതിനകത്ത് മുട്ടയും ഉള്ളിയൊക്കെയാണ്. സോ മാമൻ എന്ത് ചെയ്യും? മെല്ലെ ഇതിന്റെ പ്രൈസ് ഒന്ന് കുറയ്ക്കും. ഇപ്പൊ 20 രൂപയുടെ പപ്സ് മാമൻ പറയും 18 രൂപ. അപ്പൊ നിങ്ങൾ കഴിച്ചിട്ട് നിങ്ങൾ പോയി സുഹൃത്തുക്കളോട് പറയടാ പപ്സ് വില കുറഞ്ഞു കേട്ടോ, 18 രൂപയുള്ളൂ. ചിലപ്പോൾ ഇത് കേട്ടുകൊണ്ട് 1-2 പേര് കൂടെ ചിലപ്പോൾ പപ്സ് വാങ്ങാൻ പോകും. ശരി, വൈകുന്നേരം വരെ ആയിട്ടും വളരെ കുറച്ച് ഒരു 5-6 പപ്സേ വിറ്റ് പോയുള്ളൂ. മാമന് പേടിയായി. ഈ സപ്ലൈ ചെയ്യുന്നയാളിന് അഥവാ ഈ കടക്കാരൻ എന്തായി? ഭയങ്കരമായിട്ടുള്ള പേടിയായി. സാധനം വിറ്റ് പോകാതെ ഇവിടെ നിന്ന് കേടായി പോവും. അപ്പൊ മാമൻ എന്ത് ചെയ്യും? വീണ്ടും വില കുറയ്ക്കും. ലെറ്റ്സ് സേ 15 രൂപയുള്ള പപ്സ് എന്ന് പറയും. ബോർഡൊക്കെ ഇടും 15 രൂപ പപ്സ്. അപ്പൊ എന്ത് ചെയ്യും? വീണ്ടും കുറച്ച് ആൾക്കാർ കൂടെ 15 രൂപയിലുള്ള വാങ്ങിക്കാം എന്ന് പറഞ്ഞ് വാങ്ങും. പക്ഷേ സ്റ്റിൽ ബാക്കിയുള്ള ആൾക്കാരുടെ ക്യാഷ് ഇല്ലാത്തത് കൊണ്ട് അവരെ വീണ്ടും സാധനങ്ങൾ വാങ്ങാതെയാകുമ്പോൾ രാത്രി നമുക്ക് കാണാൻ കഴിയുന്ന മനോഹരമായ കാഴ്ച, മാമൻ ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ എന്നൊക്കെ പറഞ്ഞ് ബോർഡ് ഇടുന്ന കാണാം. ഞാൻ മാമനെ സംബന്ധിച്ചിടത്തോളം ഇത് ഉദാഹരണത്തിന് ഒരു 50 പപ്സ്, 20 രൂപ വിലയുള്ള 50 പപ്സ് ആരും വാങ്ങാതെ ഇരുന്ന് നശിച്ചു പോയി കഴിഞ്ഞാൽ മാമൻ ഇവിടെ വില നഷ്ടം എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ് അല്ലേ? ഏകദേശം 400 20 രൂപ വെച്ചുള്ള പപ്സ് 10 പപ്സ് നഷ്ടം വന്നു കഴിഞ്ഞാൽ തന്നെ മാമന് 200 രൂപ നഷ്ടമായി. ഒരു 100 പപ്സൊക്കെ നഷ്ടപ്പെടുകയാണെങ്കിൽ 2000 രൂപയോളമൊക്കെ നഷ്ടം വരും. എന്തിനാണ് അത്രയും നഷ്ടം വരുത്തുന്നത്? നഷ്ടം മാക്സിമം കുറയ്ക്കാന്ന് പറഞ്ഞുകൊണ്ട് മാമൻ എന്ത് ചെയ്യും? 2 പപ്സ് 20 രൂപയ്ക്കൊക്കെ കൊടുക്കാൻ തുടങ്ങും. ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ 20 രൂപയുടെ പപ്സിന്റെ വില കുറഞ്ഞെന്തായി? 10 രൂപയായില്ലേ? ആയില്ലേടാ? സോ ആൾക്കാരുടെ കയ്യിൽ ക്യാഷ് കുറയുന്ന സമയത്ത് ഡിമാൻഡ് നന്നായി കുറയും. ഡിമാൻഡ് കുറയുകയും സപ്ലൈ കൂടുതലുമായിരിക്കുന്ന സമയത്ത് പ്രൈസ് ഓട്ടോമാറ്റിക്കലി കുറയും. അപ്പൊ പ്രൈസ് കുറഞ്ഞു, നല്ല കാര്യം. പക്ഷെ ഇത് എപ്പോഴും നല്ലതാണോ? അല്ല. എന്തുകൊണ്ട് നല്ലതല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, മാവൻ വീടിനടുത്തുള്ള ഒരു പപ്സ് കമ്പനിയിൽ ഭയങ്കരമായി ഓർഡർ കൊടുത്ത് പപ്സ് ചെയ്ത് വാങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. മാമനെ പോലെ ഒരുപാട് ബേക്കറിക്കാർ ആ പപ്സ് ഉണ്ടാക്കുന്ന ഫാക്ടറിയിൽ എന്ത് ചെയ്തു? ഭയങ്കരമായി പപ്സിന് ഓർഡർ കൊടുത്തുകൊണ്ടിരുന്നു. ആൾക്കാർ പപ്സ് വാങ്ങാതായപ്പോഴത്തേക്കും ആൾക്കാർ എന്ത് ചെയ്തു? ആ കമ്പനിയിൽ പോയി ആ ഓർഡർ കൊടുക്കുന്നതിന് അളവ് കുറച്ചു. അപ്പോൾ ഒരുപാട് ഓർഡർ വന്ന സമയത്ത് ഈ ബേക്കറിയിലെ ഈ പപ്സ് ഉണ്ടാക്കുന്ന കമ്പനിയെ മാമൻ എന്ത് ചെയ്ത് കാണും? കുറെ ആൾക്കാരെ എക്സ്ട്രാ ആയിട്ട് വർക്കിനൊക്കെ വെച്ച് കാണും അല്ലേ? കുറെ ആൾക്കാർക്ക് പുതുതായി ജോലി കൊടുത്ത് കാണും. അദ്ദേഹത്തിന്റെ സെറ്റപ്പ് കുറച്ച് വിപുലീകരിച്ച് കാണും, ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇതിപ്പോ ആള് ഈ ഡിമാൻഡ് കുറഞ്ഞു, സാധനമില്ല. അപ്പൊ പപ്സ് ആവശ്യത്തിന് പഴയതുപോലെ പപ്സ് ഉണ്ടാക്കേണ്ട കാര്യമില്ല. പിന്നെ പപ്സ് ഉണ്ടാക്കുന്ന മുതലാളി വിചാരിക്കും, എടാ എന്തായാലും വളരെ കുറച്ച് പപ്സ് ഇനിയിപ്പോ ഉണ്ടാക്കേണ്ടതുള്ളൂ. അപ്പൊ പിന്നെ ഇത്രയും പേരെ ഞാൻ എന്തിനാ ജോലിക്ക് ചെയ്യുന്നേ? പുള്ളി 5-6 പേരെ ജോലി നിന്ന് പിരിച്ചു വിടും അല്ലേ? ജോലി നിന്ന് പിരിച്ചിടുമ്പോൾ എന്താ സംഭവിക്കുക? നേരത്തെ കയ്യിൽ ക്യാഷ് ഉണ്ടായിരുന്ന കുറെ ആൾക്കാരുടെ കൂടെ ഇപ്പോൾ ക്യാഷ് ഇല്ലാതായി. അവർക്ക് ജോലി നഷ്ടപ്പെട്ടു, തൊഴിലില്ലാതായി. തൊഴിലില്ലാതാകുമ്പോൾ അവരുടെ കയ്യിൽ എന്തില്ല? ക്യാഷ് ഇല്ല. അപ്പൊ അവരും വീണ്ടും ഡിമാൻഡ് ചെയ്യുന്നതിന്റെ അളവ് കുറയും. വീണ്ടും മാർക്കറ്റിൽ എന്ത് ചെയ്യും? ഡിമാൻഡ് കുറയും. പുതുതായി ആരും ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നില്ല. കാരണം തുടങ്ങിയവരുടെ അവസ്ഥയെ കഷ്ടമാണ്. സോ പുതുതായിട്ട് ആരും ബിസിനസ് തുടങ്ങുന്നില്ല. അതുപോലെ തന്നെ ബാങ്കിൽ എന്ത് കൂടും? ഈ പറയുന്ന സമയങ്ങളിൽ ആൾക്കാരുടെ കയ്യിൽ പൈസ കൂടി വരുന്നത് കാണുമ്പോൾ ബാങ്കിൽ പൊതുവെ ഇൻട്രസ്റ്റ് കൂടും കേട്ടോ. ഇൻട്രസ്റ്റ് കൂടുന്നതുകൊണ്ട് ആരും പുതുതായി ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് കാര്യങ്ങളൊന്നും ചെയ്യാതെയാവും. അതായത് എക്കണോമിക്ക് ഒരു വളർച്ചയില്ലാതെയാവൂടാ. അപ്പൊ നമ്മുടെ എക്കണോമി താഴേക്ക് വരും. ഒരു റിസഷൻ എന്ന് പറയും. റിസഷൻ സംഭവിച്ചത് താഴേക്ക് വരും.
ഇത്തരത്തിൽ എക്കണോമി റിസഷൻ സംഭവിച്ച് താഴേക്ക് വരുന്ന സമയത്ത് നമ്മുടെ സർക്കാരും ബാങ്കും വീണ്ടും ഇടപെടും. കാര്യം ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല, രാജ്യത്തിന് പണി കിട്ടും. സോ ഇവർ വീണ്ടും മാർക്കറ്റിലേക്ക് ക്യാഷ് പമ്പ് ചെയ്യും. ഇത്തരത്തിൽ മാർക്കറ്റിലേക്ക് ക്യാഷ് പമ്പ് ചെയ്യാനായി സർക്കാർ എടുക്കുന്ന തീരുമാനങ്ങൾ ഫിസ്ക്കൽ പോളിസി, ബാങ്കുകൾ എടുക്കുന്ന തീരുമാനങ്ങൾ മോണിറ്ററി പോളിസി. ഇത്തരത്തിൽ മാർക്കറ്റിലേക്ക് പമ്പ് ചെയ്ത് കഴിയുമ്പോൾ ക്യാഷ് ആവശ്യത്തിന് വന്നു കഴിയുമ്പോൾ വീണ്ടും ആൾക്കാർ എന്ത് ചെയ്യും? പഴയതുപോലെ പോയി ഡിമാൻഡ് ചെയ്യും. ആൾക്കാർ സാധനങ്ങൾക്ക് ഡിമാൻഡ് ചെയ്യുമ്പോൾ പ്രൈസ് കൂടും. പ്രൈസ് കൂടി വീണ്ടും ഭൂമിയിലെത്തുമ്പോൾ നമ്മൾ ഫിസ്ക്കൽ പോളിസി പ്രയോഗിക്കും. ഫിസിക്കൽ പോളിസിയിലൂടെ നമ്മൾ വീണ്ടും പ്രൈസിനെ താഴെ കൊണ്ടുവരും. താഴെ കൊണ്ടുവന്ന് വീണ്ടും എക്കണോമി വളരെ ശോഷിച്ച് വരുന്ന സമയത്ത് നമ്മൾ വീണ്ടും എന്ത് ചെയ്യും? ഫിസ്ക്കൽ പോളിസിയോ മോണിറ്ററി പോളിസിയോ പ്രയോഗിക്കും. വീണ്ടും നമ്മൾ അതിനെ മേലേക്ക് കൊണ്ടുപോകും. ഇങ്ങനെ ഒരു രാജ്യത്തെ സാധനങ്ങളുടെയും സാമഗ്രികളുടെയും വില കൂടിയാൽ അതിനെ കുറയ്ക്കാനും കുറഞ്ഞാൽ അതിനെ കൂട്ടാനുമൊക്കെ നമ്മുടെ ബാങ്കുകൾ എടുക്കുന്ന തീരുമാനങ്ങളെ നമ്മൾ മോണിറ്ററി പോളിസി എന്നും ഗവൺമെന്റ് എടുക്കുന്ന തീരുമാനങ്ങളെ നമ്മൾ ഫിസ്ക്കൽ പോളിസീസ് എന്നും വിളിക്കും. നമ്മൾ ആദ്യത്തെ ഈ ഒരു സാധനം ബിൽഡ് ചെയ്തെടുക്കാനേ നമുക്ക് ഇത്ര സമയമാവുന്നുള്ളൂ കേട്ടോ. ഇവിടെ അങ്ങോട്ട് നമ്മൾ വളരെ വളരെ കാര്യമായിട്ട് തന്നെ കാര്യങ്ങൾ മാത്രം പറഞ്ഞങ്ങ് പോകും. സോ ഇൻ ലോങ് റൺ എന്താ സംഭവിക്കുക? ഈ എക്കണോമി മേലേക്ക് തന്നെയാണ് പോയിരിക്കുന്നത്. നോക്കി, ഇൻ ലോങ് റൺ എക്കണോമി മേലേക്കല്ലേ പോയിരിക്കുന്നത്. കണ്ട, ഒരു ആവറേജ് കർവ് മേലേക്കാണ് പോയിരിക്കുന്നത്. പക്ഷെ ഇതിനിടയ്ക്ക് നമുക്ക് ബൂമും ഡിപ്രഷനും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. ഇത് ബൂം എന്ന് പറയും, ഇത് ഡിപ്രഷൻ എന്ന് പറയും, ഇൻഫ്ലേഷൻ, ഡീഫ്ലേഷൻ എന്നൊക്കെ നമ്മൾ പറയും. അതൊക്കെ നിങ്ങൾ വേറെ പോർഷൻസിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അടിസ്ഥാനം. ഓക്കെ അല്ലേ? ഈ പറഞ്ഞതിനകത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വെറും ചെയ്യേണ്ട ഒന്നുകൂടെ റിവൈസ് അടിക്കുക, കേൾക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കുക. ഈ ഒരു സാധനം സെറ്റ് ആണെങ്കിൽ നമുക്ക് തുടർന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഓക്കെ, സോ നമുക്ക് തുടർന്ന് നോക്കാം. മോണിറ്ററി പോളിസി വേഴ്സസ് ഫിസ്ക്കൽ പോളിസി, ഇത് എന്തൊക്കെയാണ്? അല്ലെങ്കിൽ മോണിറ്ററി പോളിസി എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. നമ്മളെ മോണിറ്ററി പോളിസിക്കകത്ത് പ്രധാനമായും വരുന്ന സാധനങ്ങൾ, ഒന്ന് CRR അഥവാ ക്യാഷ് റിസർവ് റേഷ്യോ. CRR അഥവാ ക്യാഷ് റിസർവ്ഡ് റേഷ്യോ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്. അതൊരു മോണിറ്ററി പോളിസിയാണ്. മോണിറ്ററി പോളിസി എന്ന് പറയുമ്പോൾ എന്താണ്? ബാങ്കുകൾ ഈ പറയുന്ന ആൾക്കാരുടെ കയ്യിലെ ക്യാഷിന്റെ അളവ് കൂട്ടാനോ കുറയ്ക്കാനോ ബാങ്കുകൾ എടുക്കുന്ന തീരുമാനമാണ് മോണിറ്ററി പോളിസി. മോണിറ്ററി പോളിസിയിൽ ഒരെണ്ണമാണെന്ത്? CRR അഥവാ ക്യാഷ് റിസർവ്ഡ് റേഷ്യോ അല്ലെങ്കിൽ ക്യാഷ് റിസർവ് റേഷ്യോ. മറ്റൊന്ന് SLR സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. SLR. വേറൊന്ന് എന്താ മക്കളെടാ? റിപ്പോ റേറ്റ്. മറ്റൊന്നെന്താ? റിവേഴ്സ് റിപ്പോ റേറ്റ്. വേറൊന്ന് എന്താണെടാ? MSF എന്ന് പറയുന്ന സാധനം. MSF മാർജിനൽ സ്റ്റാൻഡിങ് ഫെസിലിറ്റി എന്ന് പറയുന്ന സാധനം. അത് ഒരു തരം പലിശയാണ്, ഒരു റേറ്റാണ്, മാർജിനൽ സ്റ്റാൻഡിങ് ഫെസിലിറ്റി. വേറെന്താണ്? SDF സ്റ്റാൻഡിങ് ഡിപ്പോസിറ്റ് ഫെസിലിറ്റി. SDF. പിന്നെന്താണ്? ബാങ്ക് റേറ്റ്. ഈ ബാങ്ക് റേറ്റിൽ പെടുന്നതാണ് നമ്മൾ ഈ മേലെ പറയുന്ന സാധനങ്ങളൊക്കെ. ആയിക്കോട്ടെ. ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെന്റ് ഫെസിലിറ്റി, LAF. പിന്നെ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്. അതുപോലെ തന്നെ സ്റ്റെറിലൈസേഷൻ അല്ലെങ്കിൽ മാർക്കറ്റ് സ്റ്റെബിലൈസേഷൻ സ്കീം. അതായത് ഈ ബോണ്ടുകൾ, പ്രത്യേകതരം ബോണ്ടുകളൊക്കെ ഉണ്ട്, ആ ബോണ്ടുകൾ. അപ്പോൾ ഇതൊക്കെയാണ് മോണിറ്ററി പോളിസി. അതായത് ആൾക്കാരുടെ കയ്യിലെ ക്യാഷിനെ കൂട്ടാനോ അല്ലെങ്കിൽ കൂടുതലുള്ള ക്യാഷിനെ അബ്സോർബ് ചെയ്യാനോ ബാങ്കുകൾ എടുക്കുന്ന തീരുമാനങ്ങൾ ഈ പറഞ്ഞവയാണ്. പൊതുവെ നമുക്ക് ഇങ്ങനെ ചോദ്യം വരാറുണ്ട്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ടൂൾസ് ഓഫ് മോണിറ്ററി പോളിസി? താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് മോണിറ്ററി പോളിസിയുടെ ടൂളുകൾ? അപ്പോൾ ഇതെല്ലാം കാണാതെ പഠിക്കേണ്ടേ? അയ്യോ എന്ത് ചെയ്യും, മറന്നു പോകുമോ? ഒന്നും പേടിക്കേണ്ട. നമ്മൾ എക്സ്പ്ലനേഷൻ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ആർക്കേ ചെയ്യാൻ പറ്റൂ? ബാങ്കിനെ ചെയ്യാൻ പറ്റൂ. ഇതൊന്നും സർക്കാരും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അപ്പോൾ എക്സ്പ്ലനേഷൻ കൂടെ കേട്ട് കഴിയുമ്പോൾ നമുക്കത് സെറ്റാകും. ഓക്കെ, അപ്പോൾ ഇതൊന്നും കണ്ടു പേടിക്കണ്ട. ഫിസ്ക്കൽ പോളിസീസിലേക്ക് വരാം. അതായത് ആൾക്കാരുടെ കയ്യിൽ ക്യാഷ് കൂട്ടാനോ അല്ലെങ്കിൽ ഉള്ള ക്യാഷ് കുറയ്ക്കാനോ സർക്കാർ എടുക്കുന്ന തീരുമാനങ്ങളാണ് ഫിസ്ക്കൽ പോളിസി. എന്തൊക്കെയാ വരിക? ഡെഫിസിറ്റ് പോളിസി അല്ലെങ്കിൽ ഡെഫിസിറ്റ് ബഡ്ജറ്റ് എന്ന് പറയുന്ന ഒരു പരിപാടി. പബ്ലിക് ഡെറ്റ് അഥവാ കടം വാങ്ങി ചിലവാക്കുന്ന പരിപാടി. ഇത് കടം വാങ്ങുക എന്ന് പറയുന്ന സംഭവമാണ്. പബ്ലിക് ഡെറ്റ് എക്സ്പെൻഡിച്ചർ, അതായത് പൊതു കാര്യങ്ങൾക്ക് വേണ്ടി പൈസ ചിലവാക്കുന്നത്. പിന്നെ വേറെന്താണ്? ടാക്സേഷൻ പോളിസി അല്ലേ? ടാക്സ് സർക്കാരിൻ്റെ ഏറ്റവും വലിയ വരുമാന മാർഗമാണ് ടാക്സ്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഡെഫിസിറ്റ് പോളിസി ആകട്ടെ, പബ്ലിക് ഡെറ്റ് ആവട്ടെ, പബ്ലിക് എക്സ്പെൻഡിച്ചർ ആകട്ടെ, ടാക്സേഷൻ ആകട്ടെ, ഇതൊക്കെ സർക്കാർ എടുക്കുന്ന തീരുമാനങ്ങളാണ്, അഥവാ ഫിസ്ക്കൽ പോളിസീസ് ആണ്. ഓക്കെ,
ഞാൻ പറഞ്ഞതുപോലെ എക്സ്പ്ലനേഷൻ കേട്ട് കഴിയുമ്പോൾ മക്കളെ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും ഇതിൽ ഏതാണ് ഫിസ്ക്കൽ പോളിസി, ഏതാണ് മോണിറ്ററി പോളിസി. പിന്നെ നമുക്കിത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓപ്ഷൻ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഓക്കെ, അവിടെ ഞാൻ ഇട്ട വരകളൊക്കെ അങ്ങനെ തന്നെ ഉണ്ട്, ഒന്ന് മാച്ച് കളയട്ടെ. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഒന്ന് മോണിറ്ററി പോളിസി. എന്താ മോണിറ്ററി പോളിസി? അതായത് മോണിറ്ററി പോളിസി റെഫേഴ്സ് ടു ദ യൂസ് ഓഫ് ഇൻസ്ട്രുമെന്റ്സ് അണ്ടർ ദ കൺട്രോൾ ഓഫ് ദ സെൻട്രൽ ബാങ്ക്. സെൻട്രൽ ബാങ്ക് അവന്റെ കൺട്രോളിലുള്ള ഇൻസ്ട്രുമെന്റ്സിനെ യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? മോണിറ്ററി പോളിസി എന്ന് പറയുക. എന്തിനു വേണ്ടിയാ യൂസ് ചെയ്യുന്നത്? ആളുകളുടെ കയ്യിലുള്ള ക്യാഷിനെ, എക്സസ് മണി അബ്സോർബ് ചെയ്തുകൊണ്ട് മാർക്കറ്റിൽ ഡിമാൻഡ് കുറയ്ക്കാൻ, അല്ലെങ്കിലോ കൂടുതൽ ക്യാഷ് ആൾക്കാരുടെ കയ്യിലേക്ക് എത്തിച്ചുകൊണ്ട് ഡിമാൻഡ് കൂട്ടാൻ. നിങ്ങൾ എപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ബാങ്കുകൾ പൊതുവെ ശ്രമിക്കുന്നത് ആളുകളുടെ കയ്യിലെ ക്യാഷിനെ അബ്സോർബ് ചെയ്യാനാണ് കേട്ടോ. ബാങ്കുകൾ വിചാരിച്ചു കഴിഞ്ഞാൽ ആൾക്കാരുടെ കയ്യിലെ ക്യാഷ് അബ്സോർബ് ചെയ്യാനും കഴിയും, ആൾക്കാരുടെ കയ്യിലെ ക്യാഷ് കൂട്ടാനും സാധിക്കും. പക്ഷെ പൊതുവെ ബാങ്കുകൾ ആൾക്കാരുടെ കയ്യിലെ ക്യാഷ് അബ്സോർബ് ചെയ്യാനാണ് ശ്രമിക്കുക. അതുപോലെ സർക്കാർ വിചാരിച്ചു കഴിഞ്ഞാൽ ക്യാഷ് അബ്സോർബ് ചെയ്യാനും സാധിക്കും, കൂടുതലായിട്ട് ക്യാഷ് എത്തിക്കാനും സാധിക്കും, പമ്പ് ചെയ്യാനും സാധിക്കും. സർക്കാർ ഇതിൽ പൊതുവെ ശ്രമിക്കുക മാർക്കറ്റിലേക്ക് ക്യാഷ് പമ്പ് ചെയ്യാനാണ്. സോ പൊതുവെ ജനറലി ഗവൺമെന്റ് വിൽ ട്രൈ ടു pump more money to the economy, but this RBI or central bank will try to absorb excess money from the market എന്നുള്ളതാണ്. രണ്ടുപേർക്ക് രണ്ടും ചെയ്യാം, മറിച്ചും തിരിച്ചും ചെയ്യാം. പക്ഷെ പൊതുവെ ഇതിങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. ആയിക്കോട്ടെ. സോ അതാണ് മോണിറ്ററി പോളിസി, നമ്മൾ ചർച്ച ചെയ്തത് തന്നെയാണ്. ഒബ്ജക്റ്റീവ്സ് ഓഫ് മോണിറ്ററി പോളിസി. മോണിറ്ററി പോളിസിയുടെ ഒബ്ജക്റ്റീവ്സ്, പ്രധാന ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ് മക്കളെ? ഈ പറയുന്ന പ്രൈസ് സ്റ്റെബിലൈസേഷനാണ്. പ്രൈസ് സ്റ്റെബിലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺട്രോളിങ് ഇൻഫ്ലേഷൻ എന്നാണ്. പിന്നെ അതിന് പുറമെ അതിൻ്റെ ഒരു കോൺസിക്വൻസസ് ആയിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഫുൾ എംപ്ലോയ്മെന്റ്, എല്ലാ ആൾക്കാർക്കും ജോലി കിട്ടുക എന്നുള്ളത്, പ്രൈസ് സ്റ്റെബിലിറ്റി, പ്രൈസ് സാധനങ്ങളുടെയും സാമഗ്രികളുടെയും വില ഭയങ്കരമായി ഉയരുന്നതും ഭയങ്കരമായി താഴുന്നതും തടയുക, ഇക്കണോമിക് ഗ്രോത്ത്, ഓഫ് കോഴ്സ് ഇക്കണോമിക് ഗ്രോത്ത്, സാമ്പത്തിക വളർച്ച, ബാലൻസ് ഓഫ് പേയ്മെന്റ്സ്. ബാലൻസ് ഓഫ് പേയ്മെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ വേറെ ടോപ്പിക്കാണ് മക്കളെ, നിങ്ങൾ പഠിച്ച് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. ജസ്റ്റ് ഞാനൊന്ന് റഫായിട്ട് പറഞ്ഞു തരാം. ഇത്രയേ ഉള്ളൂടാ. അതായത് നമ്മളിപ്പോൾ ഒരു രാജ്യം പുറത്തേക്ക് സാധനങ്ങൾ വിറ്റിട്ട് അവിടുത്തെ പുറത്തെ ക്യാഷ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട് അല്ലേ? അതായത് ഫോറിൻ മണി നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരാറുണ്ട്. നമ്മൾ ഗുഡ്സ് ആൻഡ് സർവീസ്, അതായത് നമ്മൾ എക്സ്പോർട്ട് ചെയ്തുകൊണ്ട് ഫോറിൻ മണി ഇങ്ങോട്ട് കൊണ്ടുവരാറുണ്ട്. അതുപോലെ നമ്മൾ പുറത്തു നിന്നുള്ള സാധനങ്ങൾ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ മണിയെ പുറത്തേക്ക് കൊടുക്കാറുണ്ട്. സോ ഈ ഇൻഫ്ലോയ്ക്കും ഔട്ട്ഫ്ലോയ്ക്കും ഇടയിലുള്ള ഒരു ഡിഫറൻസിന് പറയുന്ന പേരാണ് ബാലൻസ് ഓഫ് പേയ്മെന്റ്. അന്ന് കാര്യമില്ല. ഇപ്പോൾ ഇന്ത്യ നെഗറ്റീവ് ബാലൻസ് ഓഫ് പേയ്മെന്റ് ഒക്കെ ഉള്ള ഒരു കൺട്രിയാണ്. വിച്ച് മീൻസ് നമുക്ക് ഇങ്ങോട്ട് വിദേശ നാണ്യം കിട്ടുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ എന്താ പറയുക അങ്ങോട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വിച്ച് മീൻസ് നമ്മൾക്ക് ഇമ്പോർട്ട് കൂടുതലാണ്, എക്സ്പോർട്ട് കുറവാണ്. അതാണ് അത്. ദെൻ ഇതാ വന്നിരിക്കുന്നു ഇൻസ്ട്രുമെന്റ്സ് ഓഫ് മോണിറ്ററി പോളിസി. മോണിറ്ററി പോളിസിയുടെ ഇൻസ്ട്രുമെന്റ്സ് ഏതൊക്കെയാണ്? ഒന്നാമത് ക്യാഷ് റിസർവ് റേഷ്യോ. ഓരോന്ന് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ക്യാഷ് റിസർവ് റേഷ്യോ, SLR, റിപ്പോ, റിവേഴ്സ് റിപ്പോ, അതുപോലെ തന്നെ MSF, SDF, ബാങ്ക് റേറ്റ്, LAF, OMO അഥവാ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ മാർക്കറ്റ് സ്റ്റെബിലൈസേഷൻ ബോണ്ടുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. സോ ഇതൊക്കെ എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. ഒന്നാമതായിട്ട് ബാങ്ക് റേറ്റ്. എന്താ ബാങ്ക് റേറ്റ്? ബാങ്ക് റേറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഡിസ്കൗണ്ട് റേറ്റ്. അപ്പോൾ ബാങ്ക് റേറ്റിന്റെ തന്നെ മറ്റൊരു പേരാണെന്ത്? ഡിസ്കൗണ്ട് റേറ്റ്. ഡിസ്കൗണ്ട് റേറ്റ് പിന്നെടുക്കട്ടെ, വരയ്ക്കട്ടെ. ഡിസ്കൗണ്ട് റേറ്റ്, ബാങ്ക് റേറ്റിന്റെ തന്നെ വേറൊരു പേരാണെന്ത്? ഡിസ്കൗണ്ട് റേറ്റ്. ഓക്കെ, അടുത്തെന്താ പറയാ? നെക്സ്റ്റ്, ഇറ്റ് ഈസ് എ റേറ്റ് അറ്റ് വിച്ച് RBI ലെൻസ് ടു ദ കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. അതായത് സാധാരണ നമ്മൾ മനുഷ്യന്മാർക്കൊക്കെ പൈസയ്ക്ക് ഒരു അത്യാവശ്യം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യൂടാ? നമ്മൾ തൊട്ടടുത്തുള്ള ബാങ്കിലേക്ക് ചെല്ലും അല്ലേ? ബാങ്കിലേക്ക് ചെന്നിട്ട് ബാങ്കിൽ നിന്ന് നമ്മൾ ക്യാഷ്, നമ്മൾ ലോൺ എടുക്കും. നമ്മൾ ചിലപ്പോൾ നമ്മൾ ഗോൾഡ് പണയം വെച്ചിട്ട് നമ്മൾ പണയം എടുക്കാറുണ്ട്, അല്ലെങ്കിൽ സ്ഥലം പണയം വെച്ച് നമ്മൾ ലോൺ എടുക്കാറുണ്ട്, എന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ട് നമ്മൾ ക്യാഷ് എടുക്കാറുണ്ട്. ഇതുപോലെ നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് പൈസയ്ക്ക് ആവശ്യം വന്നാലും ഇവരെന്ത് ചെയ്യും? ഇവർ ഒന്നുകിൽ തൊട്ടടുത്തുള്ള വേറെ ബാങ്കുകളെ ബന്ധപ്പെടും, അല്ലെങ്കിൽ ഇവർ RBI ബന്ധപ്പെടും. സോ RBIയിൽ നിന്ന് കൊമേഴ്ഷ്യൽ ബാങ്ക്സിന് പൈസ കടം വാങ്ങാം.
പക്ഷെ കിട്ടാൻ ഇച്ചിരി പ്രയാസമായിരിക്കും എന്നുള്ളതേ ഉള്ളൂ. പ്രൈവറ്റ് ബാങ്കുകളിൽ നിന്ന് ഒരു പ്രൈവറ്റ് ബാങ്കിന് മറ്റൊരു പ്രൈവറ്റ് ബാങ്കിൽ നിന്നും പൈസ കടം വാങ്ങാം. പലിശ ഇത്തിരി കൂടുതലായിരിക്കും, പക്ഷെ പെട്ടെന്ന് കിട്ടും. മനസ്സിലാകുന്നുണ്ടോ? സോ ഇത്തരത്തിൽ RBIയിൽ നിന്ന് ഒരു കൊമേഴ്ഷ്യൽ ബാങ്ക് ക്യാഷ് ഇങ്ങനെ വാങ്ങുന്ന സമയത്ത്, അതായത് ലോൺ എടുക്കുന്ന സമയത്ത് RBI പറയും, എടാ ഇത്ര രൂപ പലിശ ഓക്കെ ആണെങ്കിൽ ലോൺ തരാം എന്ന് പറയുന്നു. ആ പലിശ RBI നിശ്ചയിക്കുന്ന ആ പലിശ പറയുന്ന പേരാണ് ബാങ്ക് റേറ്റ്. ഓക്കെ, സോ ബാങ്ക് റേറ്റ് ഈസ് ഇൻക്രീസിങ്. നമുക്ക് നോക്കടാ, എടാ RBI കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് ക്യാഷ് കൊടുക്കുന്ന പലിശയാണ് ഈ പറയുന്ന ബാങ്ക് റേറ്റ് അല്ലേ. അപ്പം നമുക്ക് ഇതിനകത്ത് വളരെ, നിങ്ങൾ സമയം കിട്ടുമ്പോൾ ഫുള്ളൊക്കെ വായിച്ചു നോക്കിയാൽ മതി. നമുക്കിതിനകത്ത് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്, ഈ ബാങ്ക് റേറ്റ് കൂടിയാൽ മാർക്കറ്റിൽ എന്ത് സംഭവിക്കും? ബാങ്ക് റേറ്റ് കൂടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണി ഈസ് ബിക്കമിങ് എക്സ്പെൻസീവ് അല്ലേ. ഇപ്പോൾ സാധാരണഗതിയിൽ നമുക്കൊക്കെ ക്യാഷിന് ആവശ്യം വന്നാൽ നമ്മൾ ബാങ്കിലേക്ക് ചെന്നിട്ട് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നു. ലെറ്റ്സ് സേ നമ്മളെ ബാങ്കിനകത്ത് ഇപ്പോൾ ഗോൾഡ് ലോൺ 4% ആണെന്ന് വിചാരിക്കുക. ഇപ്പം ബാങ്ക് ലോൺ 4%, അതായത് 100 രൂപ നമുക്ക് ബാങ്ക് ലോൺ തന്നു കഴിഞ്ഞാൽ നമ്മൾ മാസം തോറും 4 രൂപ പലിശ ബാങ്കിലേക്ക് അടയ്ക്കണം. ഓക്കെ, ആയിക്കോട്ടെ. സോ ഈ 100 രൂപയിൽ നിന്ന് 4 രൂപ പോയാൽ ബാക്കി 96 രൂപ നമുക്ക് മാർക്കറ്റിൽ ചിലവാക്കാം. 96 രൂപ ഒരു മാസം നമുക്ക് മാർക്കറ്റിൽ ചിലവാക്കാം. പെട്ടെന്ന് RBI എന്ത് ചെയ്തു? RBIയുടെ ബാങ്ക് റേറ്റ് കൂട്ടി. അപ്പൊ എന്താ സംഭവിക്കുക? മണി വിൽ ബിക്കം മോർ എക്സ്പെൻസീവ് ഫോർ ദ കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് മണി എക്സ്പെൻസീവ് ആവും. വിച്ച് മീൻസ് നേരത്തെ ഇപ്പോൾ നമ്മൾ 1-2 പേരല്ലല്ലോ, ഒത്തിരി ആൾക്കാർ ഒന്നിച്ച് പോയി ബാങ്കിൽ ക്യാഷിന് ഡിമാൻഡ് ചെയ്യാറുണ്ട്. സോ ഇത്രയും ക്യാഷ് ബാങ്കിൻ്റെ കയ്യിൽ ഉണ്ടാവാറില്ല. സോ ബാങ്ക് എന്ത് ചെയ്യുന്നു? ബാങ്ക് നേരെ RBIയിലേക്ക് ചെല്ലുന്നു. RBIയിൽ നിന്ന് ലെറ്റ്സ് 2% പലിശയ്ക്ക് RBI നമ്മുടെ സാധാരണ കൊമേഴ്ഷ്യൽ ബാങ്കിന് എന്ത് ചെയ്യുന്നു? ക്യാഷ് കൊടുക്കുന്നു. കൊമേഴ്ഷ്യൽ ബാങ്ക് ആ ക്യാഷ് വാങ്ങിക്കൊണ്ടുവന്ന് 4% പലിശയ്ക്ക് നമുക്ക് തരുന്നു. സോ കൊമേഴ്ഷ്യൽ ബാങ്കിന് 2% ലാഭമുണ്ട്. പെട്ടെന്ന് നമ്മുടെ RBI പറയുന്നു, എടാ നാളെ മുതൽ 1% കൂടെ ഞാൻ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ 2% കൂടെ. നിങ്ങൾ മനസ്സിലാൻ വേണ്ടിയാണ് ഇതൊക്കെ ഞാൻ പറയുന്നത്. ഈ 1%, 2% ഇങ്ങനെയൊന്നുമല്ല കൂടുന്നത്. ചെറിയ ചേഞ്ചുകളൊക്കെയാണ് ഉണ്ടാവുക. 0.1, 0.2, 0.25 ഒക്കെയാണ് ചേഞ്ച് ഉണ്ടാവുക. വെറുതെ പറയാ. ഇവിടെ RBI പറയാണ്, ഇവിടെ നമ്മൾ ബാങ്ക് റേറ്റ് ഒരു 2% കൂടെ കൂട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, ഇപ്പോ കൊമേഴ്ഷ്യൽ ബാങ്കുകൾ RBIയിൽ നിന്ന് പൈസ വാങ്ങുമ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്കുകൾ തിരിച്ചടയ്ക്കേണ്ട പലിശ എത്രയായിട്ട് ഉയർന്നിട്ടുണ്ട്? 2+2 4% ഉയർന്നിട്ടുണ്ട്. വിച്ച് മീൻസ് കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് മണി ബിക്കം മോർ എക്സ്പെൻസീവ്. പൈസയ്ക്ക് ഒരുപാട് പൈസയുടെ മൂല്യം കൂടി. കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് പൈസ കിട്ടുന്ന മൂല്യം കൂടി. ഇനി ഇവർ ഇതേ 4% പലിശയ്ക്ക് നമുക്ക് പൈസ ഇവർ ലോൺ തരുവാണെങ്കിൽ ഇവർക്ക് എന്താണ് ലാഭം? ബാങ്ക് എന്ന് പറയുന്നൊരു ബിസിനസ് അല്ലേ, അവർക്ക് ലാഭം വേണ്ടേ? സോ അവർ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? ദേ വിൽ ഓൾസോ ഇൻക്രീസ് ദ ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പോൾ RBI 2% കൂട്ടിയതുകൊണ്ട് ഇവർ എന്തായാലും 2% കൂട്ടും. പിന്നെ 2%, 3%, 4% ബാങ്കിന്റെ യുക്തിക്കനുസരിച്ച് ബാങ്ക് എന്ത് ചെയ്യും? കൂട്ടും. ഇത്തരത്തിൽ ബാങ്ക് ഇത് കൂട്ടി കഴിയുമ്പോഴത്തേക്കും ഇപ്പൊ ലെറ്റ്സ് സേ 2% ബാങ്ക് കൂട്ടിയതെങ്കിൽ ഇപ്പൊ ടോട്ടൽ എന്തായി? 4+2 6% നമ്മുടെ പലിശ. 6% എത്രയായിരുന്നു നേരത്തെ? 4% അല്ലേ. സോ 4% പലിശയായിരുന്ന സമയത്ത് നമുക്കൊരു 100 രൂപ കിട്ടിയാൽ 96 രൂപയ്ക്ക് നമുക്ക് മാർക്കറ്റിൽ ഇറങ്ങി സാധനങ്ങൾ ഡിമാൻഡ് ചെയ്യാമായിരുന്നു. ഇപ്പൊ എന്താ സംഭവിച്ചേ? ഇപ്പോൾ ഇതിൽ നിന്ന് 6 രൂപ നമ്മൾ ബാങ്കിൽ പലിശ അടയ്ക്കണം. വിച്ച് മീൻസ് നമുക്ക് ഉപയോഗിക്കാൻ എത്ര രൂപയുള്ളൂ? നമ്മുടെ കയ്യിൽ 94 രൂപയുള്ളൂ. അപ്പം നമ്മുടെ കയ്യിലെ ക്യാഷ് കുറഞ്ഞല്ലോ അല്ലേ. നമ്മുടെ കയ്യിൽ ക്യാഷ് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കുറച്ച് സാധനങ്ങൾ ഡിമാൻഡ് ചെയ്യും. മാർക്കറ്റിൽ സാധനങ്ങളുടെ ഡിമാൻഡ് കുറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ RBI ഈ പറയുന്ന ബാങ്ക് റേറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കടാ? നമ്മുടെ മറ്റ് ഇൻട്രസ്റ്റുകൾ കൂടും. എല്ലാ ഇൻട്രസ്റ്റുകളും കൂടും. ഇൻട്രസ്റ്റ് നമുക്ക് കയ്യിൽ നിന്ന് എടുക്കാം. ഇൻട്രസ്റ്റ് എന്ത് ചെയ്യും? കൂടും. ഇൻട്രസ്റ്റ് കൂടിക്കഴിഞ്ഞാൽ മണി സപ്ലൈ കുറയും. മണി സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളുടെ കയ്യിൽ റെഡി ടു യൂസ് ആയിട്ടുള്ള മണിയാണ് നമ്മൾ മണി സപ്ലൈ എന്ന് പറയുക. സോ മണി സപ്ലൈ കുറയും. മണി സപ്ലൈ എന്ന് പറഞ്ഞാൽ 2 സാധനങ്ങളാണ് ഈ മണി സപ്ലൈ. മണി വിത്ത് പീപ്പിൾ ആൻഡ് ഡിപ്പോസിറ്റ് വിത്ത് ബാങ്ക്.
പീപ്പിൾസ് ഡിപ്പോസിറ്റ് വിത്ത് ബാങ്ക്. ഒന്ന് മണി വിത്ത് പീപ്പിൾസ്, അതായത് ആളുകളുടെ കയ്യിലിരിക്കുന്ന പൈസ, കയ്യിലോ പോക്കറ്റിലോ മേശപ്പുറത്ത് എവിടെ ഇരുന്നോട്ടെ. രണ്ട്, പീപ്പിൾസ് ഡിപ്പോസിറ്റ് വിത്ത് ബാങ്ക്, ആളുകൾ ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന പൈസ. അതായത് ഒരു കടയിൽ പോയാൽ നമുക്ക് ഒന്നുകിൽ സാധനം വാങ്ങാൻ നമ്മുടെ പോക്കറ്റിലെ പൈസ എടുത്ത് കൊടുക്കാം, അല്ലെങ്കിലോ ഗൂഗിൾ പേ ചെയ്യാം, അല്ലേ? സോ നമ്മൾ ഈ പോക്കറ്റിലെ ക്യാഷ് കൊടുത്ത സാധനം വാങ്ങുന്നത് നമ്മുടെ കയ്യിലെ ക്യാഷാണ്. സോ നമ്മുടെ കയ്യിലെ ക്യാഷ് മണി സപ്ലൈയുടെ ഭാഗമാണ്. രണ്ട്, നമ്മൾ ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന ക്യാഷ്, ആ ക്യാഷ് ആണല്ലോ നമ്മൾ ഈ പറയുന്ന ഗൂഗിൾ പേ വഴി അയച്ചു കൊടുക്കുന്നത്. സോ അതും എന്താണ്? മണി സപ്ലൈയുടെ ക്യാഷാണ്, ഭാഗമാണ്. ആർ ബി ഐയുടെ കയ്യിലിരിക്കുന്ന പൈസ മണി സപ്ലൈ ആണോ? അല്ല. കാരണം ആർ ബി ഐയുടെ കയ്യിലിരിക്കുന്ന ക്യാഷ് അത് അവിടെ ഇരിക്കുന്നതേ ഉള്ളൂ, അത് മാർക്കറ്റിലേക്ക് എത്തിയില്ല. അത് മാർക്കറ്റിലേക്ക് എത്തുമ്പോഴേ അത് മണി സപ്ലൈ ആവത്തുള്ളൂ. ഇത് റിസർവാണ്, അവരുടെ കയ്യിൽ ഇരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ, സപ്ലൈ ആയിട്ടില്ല. ഗവൺമെന്റിന്റെ കയ്യിലിരിക്കുന്ന പൈസ, ഗവൺമെന്റിന്റെ കയ്യിലിരിക്കുന്ന പൈസ മണി സപ്ലൈ അല്ല, ഒരു മണിയാണ്. അത് സപ്ലൈ ആണെങ്കിൽ അത് മാർക്കറ്റിലേക്ക് എത്തണം. സോ മണി സപ്ലൈ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസ നമ്മുടെ ബാങ്കിൽ ഡിപ്പോസിറ്റ്, ഇതാണ് കാര്യം. നമുക്ക് ഒരു സാധനം വാങ്ങിയാൽ കൊടുക്കാൻ കഴിയുന്നതിനെയാണ് നമ്മൾ എന്താ പറയുക? മണി സപ്ലൈ എന്ന് പറയുക. ഒന്നുകിൽ പോക്കറ്റിൽ നിന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ഗൂഗിൾ പേ വഴി നമുക്ക്, അല്ലെങ്കിൽ Paytm വഴി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മീഡിയത്തിലൂടെ നമുക്ക് അയച്ചു കൊടുക്കാം. ഓക്കെ, സോ ഇതാണ് മണി സപ്ലൈ. എനിവേ, ബാങ്ക് റേറ്റ് കൂടുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്നു. ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്ന സമയത്ത് മണി സപ്ലൈ കുറയുന്നു, വിച്ച് മീൻസ് ആളുകൾക്ക് അവൈലബിൾ ആയുള്ള മണിയുടെ അളവ് കുറയുന്നു. രണ്ട് കാര്യങ്ങൾ സംഭവിക്കും. ഒന്ന്, ആളുകൾ കൂടുതൽ പലിശ അടയ്ക്കേണ്ടി വരും. കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് ആൾക്കാർ കൂടുതൽ പലിശ അടയ്ക്കേണ്ടി വരും. കൊമേഴ്ഷ്യൽ ബാങ്ക് ആർ ബി ഐക്ക് കൂടുതൽ പലിശ അടയ്ക്കേണ്ടി വരും, അല്ലേ? മക്കളൊരു കാര്യം മനസ്സിലാക്കുക, നമുക്ക് ആർക്കും ആർ ബി ഐയിൽ പോയിട്ട് ഒരു അക്കൗണ്ട് തുടങ്ങാൻ കഴിയില്ല കേട്ടോ. ആർ ബി ഐയിൽ അക്കൗണ്ട് തുടങ്ങുന്നത് കൊമേഴ്ഷ്യൽ ബാങ്കുകളാണ്. നമുക്ക് കൊമേഴ്ഷ്യൽ ബാങ്കിൽ പോയിട്ടാണ് അക്കൗണ്ട് തുടങ്ങാൻ കഴിയുക. സോ ബാങ്ക് റേറ്റ് കൂടുമ്പോൾ ഇൻട്രസ്റ്റ് കൂടുന്നു. ഇൻട്രസ്റ്റ് കൂടുമ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ക്യാഷ് കൂടുതലായി ബാങ്കിലേക്ക് ചെല്ലുന്നു. സോ മണി സപ്ലൈ കുറയുന്നു. ഇതിന് പുറമേ ഇപ്പൊ നമുക്ക് കുറച്ച് എന്താ പറയുക, എനിക്കൊരു ഒരു 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 കമ്പ്യൂട്ടർ വാങ്ങിയാൽ കൊള്ളാമെന്ന് വിചാരിച്ചു, ഒരു ലാപ്ടോപ്പ് വാങ്ങിയാൽ കൊള്ളാമെന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ കുറച്ച് ഗോൾഡ് കൊണ്ട് പണയം വെച്ച് ലാപ്ടോപ്പ് വാങ്ങിയാലോ എന്ന് ആലോചിച്ചിരിക്കുകയാണ്. പെട്ടെന്നാണ് എന്ത് ചെയ്തത്? ഈ പലിശ കൂടിയത്, അഥവാ ബാങ്ക് റേറ്റ് കൂടിയത്. സോ പലിശ കൂടുമ്പോൾ ഞാൻ വിചാരിക്കും, അയ്യോ എന്തായാലും ഇപ്പൊ നമ്മൾ ഗോൾഡ് കൊണ്ട് പണയം വെക്കേണ്ട, നഷ്ടമാണ്. കുറച്ച് ദിവസം കഴിഞ്ഞ് നമുക്ക് ലോൺ വെച്ച് പൈസ എടുക്കാമെന്ന് വിചാരിക്കും, അല്ല ഈ പറയുന്ന പണയം വെച്ച് പൈസ എടുക്കാമെന്ന് വിചാരിക്കും. വിച്ച് മീൻസ് പുതുതായി ആൾക്കാർ സാധനങ്ങൾ കൊണ്ട് പണയം വെച്ച് ക്യാഷ് ബാങ്കിൽ നിന്ന് എടുക്കുന്നത് കുറയും. അതായത് കയ്യിലുള്ള ക്യാഷിന്റെ അളവും കുറയും, പുതുതായി മാർക്കറ്റിലേക്ക് വരുന്ന ക്യാഷിന്റെ അളവ് എന്ത് ചെയ്യും? കുറയും. എനിവേ മണി സപ്ലൈ കുറയും. മണി സപ്ലൈ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഇൻഫ്ലേഷനും എന്ത് ചെയ്യും? കുറയും. ഇൻഫ്ലേഷനും കുറയും. ഇൻഫ്ലേഷൻ കുറയും. സെറ്റല്ലേടാ? സോ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ലൈക്ലി ടു ഹാപ്പൻ വെൻ ബാങ്ക്സ് ആർ ഇൻക്രീസിങ് ദ ബാങ്ക് റേറ്റ്? ബാങ്ക് അഥവാ ആർ ബി ഐ ബാങ്ക് റേറ്റ് കൂടിയാൽ താഴെ പറയുന്നവയിൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻട്രസ്റ്റിലാണെങ്കിൽ എന്ത് സംഭവിക്കും, മണി സപ്ലൈയിൽ എന്ത് സംഭവിക്കും, ഇൻഫ്ലേഷനിൽ എന്ത് സംഭവിക്കും, ഇതൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുമല്ലോടാ. എവറിത്തിങ് ഈസ് കണക്റ്റഡ് എന്നുള്ളതാണ്. ആ ഒരു കണക്ഷൻ വെച്ച് നിങ്ങൾ അങ്ങോട്ട് പിടിച്ചാൽ മതി, സാധനം കിട്ടും. ഓക്കെ, നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം. അടുത്ത പേജിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മളിത് ഇറേസ് ചെയ്യണം, ഇല്ലെങ്കിൽ അടുത്ത പേജിലേക്ക് ഇത് തെളിഞ്ഞ് കാണുമെന്നുള്ളതാണ് നമ്മുടെ പ്രത്യേകത. നമുക്കിത് ഇറേസ് ചെയ്തിട്ട് നെക്സ്റ്റ് പേജിലേക്ക് പോകാം. ശരി, അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് അടുത്ത ഒരു മോണിറ്ററി ടൂൾ ആയിട്ടുള്ള CRR അഥവാ ക്യാഷ് റിസർവ്ഡ് റേഷ്യോ ആണ്. അപ്പോൾ CRRനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സാധനമാണ് SLR, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. CRR എന്ന് പറഞ്ഞാൽ ക്യാഷ് റിസർവ്ഡ് റേഷ്യോ, വിച്ച് മീൻസ് ഇവിടെ ഒരു ബാങ്കിന്റെ കയ്യിൽ 1000 രൂപ ഉണ്ടെന്ന് വിചാരിക്കുക. ബാങ്കിന്റെ കയ്യിൽ 1000 രൂപ ഉണ്ട് എങ്കിൽ ബാങ്ക് എന്താ ചെയ്യുക? സാധാരണഗതിയിൽ അവരുടെ കയ്യിലുള്ള ക്യാഷ് ആവശ്യക്കാർക്ക് ലോണിന് കൊടുക്കും. എന്താ പറയുക, ഒരു പർട്ടിക്കുലർ പലിശയ്ക്ക് അവർ കൊടുക്കും, റെന്റ് കൊടുക്കും, അല്ലെങ്കിൽ ലോൺ കൊടുക്കും. ഈ ലോൺ കൊടുത്തിട്ട് അതിന് പകരം ഇൻട്രസ്റ്റ് ആര് വാങ്ങിയെടുക്കും? ബാങ്ക് വാങ്ങിയെടുക്കും. ലെറ്റ്സ് സേ 1000 രൂപ ബാങ്കിന്റെ കയ്യിലുണ്ട്. ഈ 1000 രൂപ ബാങ്ക് ഒരാളിന് കൊടുത്തു കഴിഞ്ഞാൽ ബാങ്ക് അവരോടൊരു കണ്ടീഷൻ വെക്കും, എടാ നീ ഒരു കാര്യം ചെയ്യും, മാസം ഒരു 100 രൂപ എനിക്ക് താ, മാസം 100 രൂപ നീ എനിക്ക് തരാൻ തയ്യാറാണെങ്കിൽ ഇപ്പൊ നിന്റെ കാര്യം നടക്കട്ടെ, 1000 രൂപ ഞാൻ നിനക്ക് തരാം എന്ന് പറഞ്ഞിട്ട് ബാങ്ക് എന്ത് ചെയ്യും? ഈ ആളിന് 1000 രൂപ കൊടുക്കും. അപ്പൊ ഈ വാങ്ങുന്ന ആളിന് എന്താ? അയാളുടെ ആകെ 100 രൂപയുള്ളൂ. ഈ 100 രൂപ വെച്ചിട്ട് അയാൾ വിചാരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല. മറ്റേത് ബാങ്ക് അയാൾക്ക് 1000 രൂപ കൊടുക്കുമ്പോൾ അയാളുടെ കാര്യം നടക്കും. സോ ഈ ലോണ് വാങ്ങുന്നയാളെ ഹാപ്പി. ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം എന്താ ഗുണം?
ബാങ്കിനിതാ അടുത്ത ഈ മാസം 100 രൂപ കിട്ടും, വീണ്ടും അടുത്ത മാസം പിന്നെയും 100 രൂപ കിട്ടും, അടുത്ത മാസം പിന്നെയും 100 രൂപ കിട്ടും. ഒരു 10 മാസം ആകുമ്പോഴത്തേക്കും കൊടുത്ത ക്യാഷ് തിരിച്ചു കിട്ടും. ഇനി എത്ര കാലം ഇയാൾ ഈ ക്യാഷ് ബാങ്കിൽ തിരിച്ചു കൊടുക്കാതെ വെച്ചിരിക്കുന്നോ അത്രയും കാലം ബാങ്കിന് ഇൻട്രസ്റ്റ് കിട്ടും. ഇനി എത്ര കാലം കഴിഞ്ഞാലും ഇയാൾ ഈ വാങ്ങിയ ക്യാഷ് എന്ത് ചെയ്യണം? ബാങ്കിന് തിരിച്ചു കൊടുക്കുകയും വേണം. സോ ഇങ്ങനെ, അതായത് കയ്യിലിരിക്കുന്ന ക്യാഷ് മറ്റുള്ളവർക്ക് കൊടുത്ത് അതിൻ്റെ പലിശ വാങ്ങി അതുകൊണ്ട് ജീവിക്കുന്ന ഒരു തരം ബിസിനസ്സാണ് ഈ പറയുന്ന ബാങ്ക് എന്ന് പറയുന്നത്. എനിവേ, ഇതാണ് ബാങ്കിൻ്റെ ഒരു കാര്യമെങ്കിലും മക്കളെ നിങ്ങൾ മനസ്സിലാക്കിക്കൂടാ. ഒരു ബാങ്കിൻ്റെ കയ്യിൽ, ഇതിൻ്റെ കഴ്സർ എവിടെയാണ്? കഴ്സർ കിട്ടി. മക്കളെ, ഒരു ബാങ്കിൻ്റെ കയ്യിൽ ഒരു 1000 രൂപയുണ്ട് എങ്കിൽ ഒരു കാരണവശാലും ഈ 1000 രൂപയും ബാങ്കുകൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? ലെൻഡ് ചെയ്യാൻ കഴിയില്ല. ലെൻഡ് ചെയ്യാൻ അഥവാ ലോൺ കൊടുക്കാൻ കഴിയില്ല. എന്തുകൊണ്ട് കഴിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ബാങ്ക് കുറേ ആൾക്കാർ, ഇപ്പോൾ 10 രൂപ വെച്ച് ബാങ്ക് ഒരു 100 പേർക്ക് 1000 രൂപ കൊടുത്തെന്ന് വിചാരിക്കുക. അപ്പോൾ പെട്ടെന്ന് ഇതിൽ നിന്ന് ഒരാൾ തിരിച്ചു വന്ന ബാങ്കിനോട്, ഓക്കെ, ഞാൻ എന്താ പറയുക, എൻ്റെ അത് ബാങ്ക് ഇപ്പോൾ പൊളിഞ്ഞു എന്നൊക്കെയുള്ള വാർത്തകൾ വരുന്ന സമയമല്ലേ, അപ്പോൾ ഈ ആൾക്കാർ പോയിട്ട് ക്യാഷ് ചോദിക്കും. ഞാൻ ഡിപ്പോസിറ്റ് ചെയ്തിരുന്ന ക്യാഷ്, ഈ ബാങ്കിന് ഈ 1000 രൂപ എവിടെ നിന്നാണ് കിട്ടിയത്? ബാങ്കിൻ്റെ ക്യാഷ് അല്ല, ഇത് ഡിപ്പോസിറ്റാണ്, ആൾക്കാർ കൊടുത്ത ഡിപ്പോസിറ്റാണ്. ലെറ്റ്സ് സേ 1000 രൂപ ആൾക്കാരൊക്കെ കൂടെ ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്നു. വേറെ കുറച്ച് ഒരു 100 ആൾക്കാർ 10 രൂപ വെച്ച് ലോൺ എടുത്തിരിക്കുന്നു. പെട്ടെന്ന് ബാങ്ക് പൊളിഞ്ഞു എന്ന് എങ്ങാണ്ട് ഒരു ന്യൂസ് കേട്ടുകൊണ്ട് ഇതിൽ നിന്ന് ഒരു 5-6 ആൾക്കാർ ഒന്നിച്ച് ബാങ്കിലേക്ക് വന്ന് ഞങ്ങളുടെ ഡിപ്പോസിറ്റ് തിരിച്ചതാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ബാങ്കിൻ്റെ കയ്യിൽ കൊടുക്കാൻ ക്യാഷ് ഇല്ല. കാരണം ബാങ്ക് യഥാർത്ഥത്തിൽ പൊളിഞ്ഞിട്ടില്ല. പിന്നെയോ ബാങ്കിൻ്റെ ക്യാഷൊക്കെ പുറത്ത് ഓട്ടം പോയിരിക്കുക അല്ലേ, അതോ പുറത്ത് ലെൻഡ് ചെയ്തിരിക്കുക. സോ സ്വാഭാവികമായിട്ടും ബാങ്കിന് എന്ത് ചെയ്യാൻ കഴിയില്ല? ഈ ആൾക്കാർക്ക് ക്യാഷ് തിരിച്ചു കൊടുക്കാൻ കഴിയില്ല. അപ്പൊ ആൾക്കാർ പറയും, കറക്റ്റ്, നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ ബാങ്ക് പൊളിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയാണ്. ആൾക്കാർ അവിടെ കിടന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അവിടെ അടിയായി പ്രശ്നങ്ങളായൊക്കെ അല്ലേ. സോ ഈ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് RBI പറയുന്നത് ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് മണി, അത് മണിയുടെ രൂപത്തിൽ തന്നെ ക്യാഷ് ആയിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? RBIയിൽ കൊണ്ടുവന്ന് സൂക്ഷിക്കുക. സോ ക്യാഷ് റിസർവ് റേഷ്യോ ഈസ് എ certain percentage of bank deposit which banks are required to keep with RBI in the form of reserve അല്ലെങ്കിൽ ക്യാഷ് റിസർവ്സ് അല്ലെങ്കിൽ ക്യാഷ് ആയിട്ട് തന്നെ RBIയിൽ ബാങ്കുകൾ, കൊമേഴ്ഷ്യൽ ബാങ്കുകൾ കൊണ്ട് ഡിപ്പോസിറ്റ് ചെയ്യേണ്ട ഒരു എമൗണ്ട് ഓഫ് മണി ഉണ്ട്. അതാണ് CRR. അപ്പൊ RBI ബാങ്കുകളോട് പറയും, ലെറ്റ്സ് സേ RBI എല്ലാ ബാങ്കുകളോടും പറയണം, എടാ നിങ്ങൾക്ക് 1000 രൂപ ഡിപ്പോസിറ്റ് കിട്ടിയല്ലോ, ശരി, നിങ്ങളൊരു കാര്യം ചെയ്യുക, ഇതിൽ നിന്ന് 200 രൂപ ഇവിടെ കൊണ്ടുവന്ന് എൻ്റെ കയ്യിൽ തരിക, ഇത് ഞാൻ വെച്ചേക്കാം, ഞാൻ ഇതുകൊണ്ടൊന്നും ചെയ്യത്തില്ല. എങ്ങാനും ആരെങ്കിലും നിങ്ങളോട് വന്ന് ഓക്കെ ചേട്ടാ ഇതിൻ്റെ പൈസ തിരിച്ചിട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യത്തിന് നിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി തന്നെയാണ് ഈ സാധനം. സോ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ സാധനം ബാങ്കിൽ വെക്കുക എന്ന് പറഞ്ഞിട്ട് കൊമേഴ്ഷ്യൽ ബാങ്കുകളോട് ഒരു പർട്ടിക്കുലർ എമൗണ്ട് RBIയിൽ ക്യാഷായി സൂക്ഷിക്കാൻ പറയുന്നുണ്ട്. ആ എമൗണ്ട് ഞാൻ പറയുന്ന പേരാണ് CRR അഥവാ ക്യാഷ് റിസർവ് റേഷ്യോ. വിച്ച് മീൻസ് ഇവിടെ നോക്കടാ, 1000 രൂപ ബാങ്കിൻ്റെ കയ്യിലുണ്ട്, ഇതിൽ 200 രൂപ CRR ആണ് എങ്കിൽ അതിൻ്റെ അർത്ഥം 1000 രൂപ മാർക്കറ്റിലേക്ക് ലെൻഡ് ചെയ്യാൻ ആർക്ക് കഴിയില്ല? ബാങ്കിന് കഴിയില്ല. പിന്നെയോ ബാങ്ക് എത്ര രൂപ ലെൻഡ് ചെയ്യും? 1000 മൈനസ് 200, 800 രൂപയാണ് ബാങ്കുകൾക്ക് ലെൻഡ് ചെയ്യാൻ കഴിയുക. സോ ഈ 800 രൂപ മാത്രമേ ആൾക്കാർക്ക് കിട്ടാൻ സാധ്യതയുള്ളൂ. ഇനി ഈ 800 രൂപയും കിട്ടുമോ? അതിന് സാധ്യതയില്ല. നമുക്ക് തുടർന്ന് നോക്കാം. എനിവേ, CRR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷിന്റെ ഫോമിൽ തന്നെ കൊമേഴ്ഷ്യൽ ബാങ്കുകൾ RBIയിൽ സൂക്ഷിച്ചു വെക്കേണ്ട പൈസ, പണത്തിന്റെ അളവാണ് CRR. ഇന്ത്യയിൽ നിലവിലെ CRR എന്ന് പറഞ്ഞാൽ 4%. അതായത് 100 രൂപ ഒരു ബാങ്കിന്റെ കയ്യിൽ ഉണ്ട് എങ്കിൽ അതിൽ 4 രൂപ അവർ RBIയുടെ കീഴിൽ ക്യാഷായിട്ട് തന്നെ എന്ത് ചെയ്യണം? റിസർവ് ചെയ്യണം. ഇനി എങ്ങനെയാണ് ഇതിനെ ഒരു നല്ല മൊണേറ്ററി പോളിസിയായി നമ്മുടെ RBI യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. If RBI is increasing CRR RBI കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ടും കൂടുതൽ മണി ഈ കൊമേഴ്ഷ്യൽ ബാങ്കുകൾ റിസർവ് ബാങ്കിലേക്ക് സൂക്ഷിക്കേണ്ടി വരും. അതായത് നിലവിൽ 1000-ൽ നിന്ന് 200 രൂപ കൊടുത്ത് 800 രൂപ ലെൻഡ് ചെയ്തുകൊണ്ടിരുന്ന ബാങ്കുകൾക്ക്
RBI ഈ 200 രൂപ എന്നുള്ളത് 250 ഉയർത്തുകയാണെങ്കിൽ 250 ഉയർത്തുകയാണെങ്കിൽ 800 പകരം 750 രൂപ മാത്രമേ ആൾക്കാർക്ക് ലെൻഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതായത് മണി അവൈലബിൾ ഫോർ ദ പബ്ലിക് ഫ്രം ദ ബാങ്ക് ഈസ് റെഡ്യൂസ്ഡ്. പഴയതുപോലെ ആൾക്കാർക്ക് എന്ത് കിട്ടാതെ വരും? ബാങ്കിൽ നിന്ന് ക്യാഷ് കിട്ടാതെ വരും. അതായത് മണി സപ്ലൈ കുറയും. CRR കൂടിക്കഴിഞ്ഞാൽ മണി സപ്ലൈ എന്ത് ചെയ്യും? കുറയും. മണി സപ്ലൈ കുറഞ്ഞു കഴിഞ്ഞാൽ ഡിമാൻഡ് എന്ത് ചെയ്യും? കുറയും. ഡിമാൻഡ് കുറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് അല്ല, ഇൻഫ്ലേഷൻ എന്ത് ചെയ്യും? കുറയും. ഡിമാൻഡ് കുറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്ലേഷൻ കുറയും. ഇവിടെ CRR കൂട്ടുന്ന സമയത്ത് ബാങ്ക് പൊതുവെ ഇൻട്രസ്റ്റ് കൂട്ടാറുണ്ട് കേട്ടോ. ഇൻട്രസ്റ്റിനെ കുറിച്ച് നമ്മൾ പ്രത്യേകം നോക്കിയതുകൊണ്ട് അത് ഇവിടെ പറയുന്നില്ല. ഇൻഫ്ലേഷൻ എന്ത് ചെയ്യും? കുറയും. CRR കൂടി കഴിഞ്ഞാൽ മണി സപ്ലൈ കുറയും. മണി സപ്ലൈ കുറഞ്ഞു കഴിഞ്ഞാൽ ഡിമാൻഡ് കുറയും. ഡിമാൻഡ് കുറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്ലേഷൻ എന്ത് ചെയ്യും? കുറയും. ഓക്കെയാണോ? ഇങ്ങനെയാണ് നമ്മുടെ CRR ഒരു മോണിറ്ററി ടൂളായിട്ട് ഉപയോഗിക്കുക. ഞാൻ ഇവിടെ ഈ ഇൻഫ്ലേഷൻ കുറയ്ക്കുന്നതിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. പക്ഷേ ഇഫ് കൺട്രി ഈസ് ഇൻ റിസഷൻ അല്ലെങ്കിൽ ഡിപ്രഷൻ, എക്കണോമിക് ഡിപ്രഷനിലോ, അതായത് സാമ്പത്തികമായിട്ട് കൺട്രി വളരെ മോശമായ അവസ്ഥയിലാണെങ്കിൽ ഉടൻ നമ്മുടെ RBI പൊതുവെ എന്ത് ചെയ്യും? RBI CRR കുറയ്ക്കും. വിച്ച് മീൻസ് 1000 രൂപയ്ക്ക് 200 രൂപ CRR എന്ന് പറഞ്ഞിരുന്ന RBI പറയുന്നു, എടാ മക്കളെ നിങ്ങൾ ഒരു കാര്യം ചെയ്തോ, 100 രൂപ ഇവിടെ വെച്ചാൽ മതി, ബാക്കി നിങ്ങൾ എടുത്തോ എന്ന് പറഞ്ഞിട്ട് 100 രൂപ നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്കിന് തിരിച്ചു കൊടുക്കും. വിച്ച് മീൻസ് ഇപ്പൊ നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്കിന് ഈ 1000 രൂപയിൽ 100 രൂപ മാത്രം CRR ആയി സൂക്ഷിച്ചാൽ മതി. ഈ 900 റുപ്പീസ് അവർക്ക് എന്ത് ചെയ്യാം? ലെൻഡ് ചെയ്യാം. 900 റുപ്പീസ് ലെൻഡ് ചെയ്യാം. സോ മണി സപ്ലൈ കൂടി. CRR കുറയുമ്പോൾ മണി സപ്ലൈ എന്ത് ചെയ്യുന്നു? കൂടുന്നു. മണി സപ്ലൈ കൂടി എന്ത് സംഭവിക്കും? ആൾക്കാരുടെ കയ്യിലൊക്കെ പൂത്ത ക്യാഷ് അല്ലേ? അപ്പൊ ഡിമാൻഡ് എന്ത് ചെയ്തു? കൂടി. ഡിമാൻഡ് കൂടുമ്പോൾ എന്ത് ചെയ്യുന്നു? എക്കണോമിക് ഗ്രോത്ത് കൂടുന്നു. സ്വാഭാവികമായിട്ടും ഇൻഫ്ലേഷനും കൂടുന്നു. CRR കൂടിക്കഴിഞ്ഞാൽ ഇൻഫ്ലേഷൻ കുറയുന്നു. സ്വാഭാവികമായിട്ടും എക്കണോമിക്കൽ ഗ്രോത്തും കുറയുന്നു. മനസ്സിലാവുന്നുണ്ടോ? ശരി, നമുക്ക് അടുത്ത ടൂളിലേക്ക് പോകാം. CRR എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ആർക്കെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ റിവൈസ് അടിച്ച് ഇത് കണ്ടാൽ മതി കേട്ടോ. ശരി, അടുത്ത് SLR. എടാ SLR എന്ന് വെച്ച് കഴിഞ്ഞാൽ CRR പോലെ തന്നെയുള്ള സാധനമാണ്. അതായത് ബാങ്കുകൾ സൂക്ഷിച്ചു വെക്കേണ്ട പൈസ തന്നെയാണ് നമ്മൾ SLR എന്നും പറയാം. എന്താ വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് CRR ക്യാഷ് റിസർവ്ഡ് റേഷ്യോ. CRR നമ്മൾ എന്തായിട്ട് തന്നെ സൂക്ഷിക്കണം? ക്യാഷ് ആയിട്ട് തന്നെ സൂക്ഷിക്കണം. SLR എന്ന് പറയുമ്പോൾ ഇത് ക്യാഷ് ആയിട്ട് തന്നെ സൂക്ഷിക്കണമെന്നില്ല. ക്യാഷ് ആയിട്ടോ, സ്വർണമായിട്ടോ, വെള്ളിയായിട്ടോ, ഇനി എന്തെങ്കിലും ഗവൺമെന്റ് ബോണ്ടുകളായിട്ടോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് സൂക്ഷിച്ചു വെച്ചാൽ മതി. CRR should be stored in the form of cash itself. But SLR can be cash. Cash means currency, gold, other precious metals, government securities, bonds, anything. Okay, ഇതാണ് ഒരു വ്യത്യാസം. രണ്ട്, CRR should be keep with RBI. CRR നമ്മൾ RBIയിൽ തന്നെ വെക്കണം. SLR can either be stored with themselves or they can deposit it to RBI. ഒന്നുകിൽ ഇവർക്ക് RBIയിൽ വെക്കാം, അല്ലെങ്കിൽ സ്വന്തമായിട്ട് കയ്യിൽ വെച്ചേക്കാം. നോ പ്രോബ്ലം. RBIയിൽ തന്നെ വെക്കണമെന്ന് യാതൊരുവിധ നിർബന്ധവും ഇല്ല. പക്ഷെ CRRന് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോടാ? ഇല്ല. CRR ഷുഡ് ബി ഡിപ്പോസിറ്റഡ് വിത്ത് RBI. RBIയിൽ തന്നെ വെക്കണം. പക്ഷെ SLR ആകുമ്പോഴോ വേണമെങ്കിൽ കയ്യിൽ വെച്ചേക്കാം, അല്ലെങ്കിൽ RBIയിൽ കൊണ്ടുവയ്ക്കാം. ഓക്കെ ആണോടാ? അത്രേ. നോക്കിക്കോ, കറണ്ട് SLR എന്ന് പറയുന്നത് 18% ആണ് കേട്ടോ. നമ്മുടെ ഇന്ത്യയിലെ കറണ്ട് SLR 18%. അതായത് 100 രൂപ ബാങ്കുകളുടെ കയ്യിലുണ്ടെങ്കിൽ അതിൽ 18 രൂപ ഇവരെന്ത് ചെയ്യാൻ പാടില്ല? ആർക്കും കൊടുക്കാൻ പാടില്ല. അവരുടെ കയ്യിലോ അല്ലെങ്കിൽ നമ്മുടെ RBIയുടെ കയ്യിലോ വെച്ചേക്കണം. സോ നിങ്ങൾ നോക്കി, CRR 4%, ഇത് ലെൻഡ് ചെയ്യാൻ കഴിയില്ല. ഇവൻ 18%, ഇതും ലെൻഡ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ ടോട്ടൽ 22% വിച്ച് മീൻസ് 100 രൂപ ഉള്ള ഒരു ബാങ്കിന് 22 രൂപ എന്തായാലും ആൾക്കാർക്ക് ലെൻഡ് ചെയ്യാൻ കഴിയില്ല. ഏകദേശം
അവൻ്റെ 1/4 ആയല്ലേ, ഏകദേശം അവരുടെ ഫുൾ റിസർവിന്റെ 1/4, കാൽഭാഗത്തോളം ആയി. 100 രൂപയുടെ കാൽഭാഗം 25, ഏകദേശം 25-നടുത്ത് അവർക്ക് ലെൻഡ് ചെയ്യാൻ കഴിയാതെ കയ്യിൽ തന്നെ വെച്ചേക്കണം എന്നുള്ളതാണ്. എനിവേ, സോ SLR എന്ന് പറയുന്നത് RBI ആണ് തീരുമാനിക്കുന്നത്. RBI പറയും ഇത്ര ശതമാനം നിങ്ങൾ SLR സൂക്ഷിക്കണം. നിലവിൽ പറഞ്ഞിരിക്കുന്നത് 18%. അല്ല, ഇത് കൂടുതലൊക്കെ ആയിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്, നന്നായിട്ട് കൂടിയ സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാവും. എന്താണ് SLRന്റെ ഇഫക്റ്റ് എന്ന് നോക്കാം. നോക്കി, RBI ബാങ്കുകളോട് പറയാണ്, ഇടാ നിങ്ങൾ SLR റേറ്റ് കുറച്ചുകൂടെ കൂടുതലാക്കണം. ഇപ്പം 18 എന്നുള്ളത് നിങ്ങൾ 20% SLR സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ എക്കണോമിയിൽ എന്ത് സംഭവിക്കും നോക്കിക്കോടാ. SLR കൂടിയാൽ ബാങ്കുകൾക്ക് നേരത്തെ കൊടുത്തിരുന്ന അത്രയും ലോൺ കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി മണി സപ്ലൈ കൂടുകയോ കുറയോടാ? മണി സപ്ലൈ കുറയും. മണി സപ്ലൈ കുറഞ്ഞു കഴിഞ്ഞാൽ ഡിമാൻഡ് കൂടുകയോ കുറയോ? ഡിമാൻഡ് കുറയും. ഡിമാൻഡ് കുറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ ഇൻഫ്ലേഷൻ കൂടുകയോ കുറയോ? ഇൻഫ്ലേഷൻ കുറയും. പക്ഷെ ഇൻഫ്ലേഷൻ കുറയുമ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലടാ, എക്കണോമിക് ഗ്രോത്ത് എന്ത് ചെയ്യും? കുറയും. ഓക്കെ, നേരെ മറിച്ച് RBI എന്ത് ചെയ്യുന്നു? SLR കുറയ്ക്കുന്നു. SLR കുറയ്ക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 രൂപയിൽ 18 രൂപ നേരത്തെ സൂക്ഷിച്ചു വെക്കണമായിരുന്നു. RBI പറയാണ്, ഒരു കാര്യം ചെയ്യും, നീ 10% സൂക്ഷിച്ചു വെച്ചാൽ മതി, ബാക്കി അങ്ങോട്ട് കൊടുത്തു ആൾക്കാർക്ക് എന്ന് പറയുകയാണെങ്കിൽ നമ്മളിതിന് എന്ത് പറയൂടാ? SLR കുറഞ്ഞു എന്ന് പറയും. SLR കുറഞ്ഞു കഴിഞ്ഞാൽ മണി സപ്ലൈ എന്ത് ചെയ്യും? കൂടും. മണി സപ്ലൈ കൂടിയ ഡിമാൻഡ് എന്ത് ചെയ്യും? കൂടും. ഡിമാൻഡ് കൂടിക്കഴിഞ്ഞാൽ ഇൻഫ്ലേഷൻ എന്ത് ചെയ്യും? കൂടും. ഇൻഫ്ലേഷൻ കൂടുന്നതിനോടൊപ്പം തന്നെ എക്കണോമിക് ഗ്രോത്ത് എന്ത് ചെയ്യും? കൂടും. ഓക്കെ അല്ലേ? ഓക്കെ ടാ. ഇനി ഞാനൊരു കാര്യം നേരത്തെ പറയേണ്ടിയിരുന്നതാണ്, അപ്പോൾ അത് അവിടെ വിട്ടു വേണ്ടി ഇവിടെ പറയാം. ഈ സാധനത്തിന് നമ്മൾ പറയുന്നത്, ഇത് മണി സപ്ലൈ കുറയല്ലേ ചെയ്തത്, ഇവിടെ മണി സപ്ലൈ കൂടുകയല്ലേ ചെയ്തത്. മണി സപ്ലൈ കൂടുന്നതിനെ നമ്മൾ എക്സ്പാൻഷണറി മൊണറ്ററി പോളിസി എന്ന് വിളിക്കും കേട്ടോ. എക്സ്പാൻഷണറി മൊണറ്ററി പോളിസി. അതുപോലെ മണി സപ്ലൈ കുറയ്ക്കുന്നതിനെ നമ്മൾ കോൺട്രാക്ടറി അല്ലേ, കോൺട്രാക്ടറി മോണിറ്ററി പോളിസി എന്ന് പറയും. സോ CRR നോക്കി, SLR നോക്കി, ദെൻ നമുക്കിത് മായ്ച്ച ശേഷം അടുത്ത മോണിറ്ററി പോളിസിയിലേക്ക് പോകാം. സോ അടുത്ത് റിപ്പോ റേറ്റ് ആൻഡ് റിവേഴ്സ് റിപ്പോ റേറ്റ്. വളരെ പ്രധാനമായിട്ട് നമ്മൾ പല സ്ഥലത്തും കേൾക്കുന്ന 2 വാക്കുകളാണ് റിപ്പോ ആൻഡ് റിവേഴ്സ് റിപ്പോ. റിപ്പോ റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് ഈ ഓവർനൈറ്റ് മണിയുടെ ആവശ്യം വരും കേട്ടോ. ഓവർനൈറ്റ്, അതായത് ഇപ്പോൾ ഇന്ന് തൽക്കാലത്തേക്ക് കുറച്ച് ക്യാഷ് കിട്ടിക്കഴിഞ്ഞാൽ നാളെ അത് തിരിച്ചു കൊടുക്കാം. ഇങ്ങനെയുള്ള ഓവർനൈറ്റ് ആവശ്യം, ഒരു ദിവസത്തേക്കൊക്കെ വേണ്ടി ക്യാഷിന് ആവശ്യം വരാറുണ്ട്. ഇത്തരത്തിന് ആവശ്യം വരുന്ന സമയത്ത് ഈ കൊമേഴ്ഷ്യൽ ബാങ്കുകൾ നേരെ RBIയോട് പോയി ചോദിക്കും. RBI എനിക്ക് എന്ത് ചെയ്യണം? കുറച്ച് ക്യാഷ് തരണം എന്ന് പറയുമ്പോൾ RBI പറയും, ക്യാഷൊക്കെ തരാം, പക്ഷെ ഇത്ര ശതമാനം പലിശ തരാൻ തയ്യാറാണെങ്കിൽ നിനക്ക് എന്ത് തരാം? ഞാൻ പലിശ തരാമെന്ന് പറയും. ഇത്തരത്തിൽ കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് ഓവർനൈറ്റ് ലെൻഡിങ്ങിനായി എത്ര ശതമാനം ഇൻട്രസ്റ്റ് റേറ്റിലാണോ RBI പൈസ കൊടുക്കുന്നത്, ആ ഇൻട്രസ്റ്റ് റേറ്റിനെ വിളിക്കുന്ന പേരാണ് റിപ്പോ റേറ്റ്. ഓക്കെ, സോ റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇൻട്രസ്റ്റ് ഫോർ മണി അവൈലബിൾ ഫോർ ദ കൊമേഴ്ഷ്യൽ ബാങ്ക്. കൊമേഴ്ഷ്യൽ ബാങ്കിന് മണി അവൈലബിൾ ആയിരിക്കുന്ന, അഥവാ അവരുടെ ഓവർനൈറ്റ് പർപ്പസിന് വേണ്ടി, കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ഓവർനൈറ്റ് പർപ്പസിന് വേണ്ടി അവർക്ക് മണി അവൈലബിൾ ആയിരിക്കുന്നത് എത്ര പെർസെൻറ്റേജ് പലിശയ്ക്കാണ്, അതിനെ പറയുന്ന പേരാണ് എന്ത്? റിപ്പോ റേറ്റ്. ഈ റിപ്പോ റേറ്റ് ആരാ തീരുമാനിക്കുന്നത്? തീർച്ചയായിട്ടും RBI ആണ് തീരുമാനിക്കുന്നത്. വേറെ ആർക്കും ഇതിനകത്ത്, അഥവാ ഈ കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് അതിനകത്ത് പ്രത്യേകിച്ച് പോയി അഭിപ്രായം ഒന്നും പറയാൻ കഴിയില്ല. കറണ്ട് റിപ്പോ റേറ്റ് എന്താണ്? കറണ്ട് റിപ്പോ റേറ്റ് 6.25%. 6.25%. സോ ഈ റിപ്പോ റേറ്റ് എങ്ങനെയാണ് നമ്മുടെ എക്കണോമിയെ സ്വാധീനിക്കുക? നമുക്ക് നോക്കാം. റിപ്പോ കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? മക്കളെ, നിങ്ങൾ ഒക്കെ ഒരു കാര്യം മനസ്സിലാക്കുക. ഈ സാധാരണ ബാങ്കുകൾ പല കാര്യത്തിനും പൈസ ലോൺ കൊടുക്കാറുണ്ട്. പേഴ്സണൽ ലോൺ കൊടുക്കാറുണ്ട്, എഡ്യൂക്കേഷൻ ലോൺ കൊടുക്കാറുണ്ട്, അതുപോലെ തന്നെ എന്താണ്, കാർ ലോൺ കൊടുക്കാറുണ്ട്, ഇല്ല പലർ ലോണും കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത് ഓരോ ബാങ്കുകൾക്ക് അവർക്ക് ഇഷ്ടമുള്ളതുപോലെ കൊടുക്കാൻ പാടില്ലേ?
ഇപ്പോൾ ഒരു HDFC ബാങ്ക് ഉണ്ട് എങ്കിൽ HDFC ബാങ്ക് അവരുടെ ലാഭത്തിന് വേണ്ടി അവർ ചിലപ്പോൾ പലിശ കുറച്ചു കൊടുക്കും. ഇപ്പോൾ RBI അവർക്ക് പൈസ കൊടുക്കുന്ന റിപ്പോ റേറ്റ് കൂട്ടി, RBI റിപ്പോ റേറ്റ് കൂട്ടി. എന്നാൽ നമ്മുടെ HDFC വിചാരിക്കുകയാണ് ഓക്കെ നമുക്ക് ലാഭം കുറച്ച് മതി, ആൾക്കാർക്ക് എന്ത് ചെയ്യേണ്ട, പലിശ കൂട്ടി കൊടുക്കണ്ട, നിലവിലെ പലിശ തന്നെ കൊടുക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ റിപ്പോ റേറ്റ് ഒക്കെ വർക്കാവില്ല. പിന്നെ ഇതെങ്ങനെയാണ് ഈ റിപ്പോ റേറ്റ് ഒക്കെ വർക്കാവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പൊതുവെ എല്ലാ കൊമേഴ്ഷ്യൽ ബാങ്കുകളും ഓരോ ആവശ്യത്തിനായി എത്ര രൂപ ലെൻഡ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് റിപ്പോ റേറ്റുമായി കണക്ട് ചെയ്താണ്. ഫോർ എക്സാമ്പിൾ, ഓരോ ബാങ്കിനും അവരുടെ ബിസിനസ് സ്ട്രാറ്റജിക്ക് അനുസരിച്ച് കൂടുതലോ കുറവോ ഒക്കെ ആയിട്ടുള്ള പലിശകൾ വാങ്ങാം. ഫോർ എക്സാമ്പിൾ, HDFC ബാങ്ക് പറയുന്നു എഡ്യൂക്കേഷൻ ലോണിന് നമ്മൾ 10% പലിശ വാങ്ങുക. ICICI ബാങ്ക് പറയുന്നു ഞങ്ങൾ 9% പലിശ വാങ്ങത്തുള്ളൂ. അത് അവരുടെ ബിസിനസ് സ്ട്രാറ്റജിയാണ്. അവർക്ക് എന്ത് ചെയ്യാം, കൂടുതലും കുറവും ഒക്കെ വാങ്ങാം. കാര്യം മറ്റവൻ 10% ലെൻഡ് ചെയ്യുന്നു, അപ്പൊ നമ്മൾ 9% ലെൻഡ് ചെയ്യുന്നു. ഇതൊക്കെ അവർക്ക് ചെയ്യാം. പക്ഷേ ഈ 10%, 9% എന്ന് പറയുന്നത് അബ്സല്യൂട്ട് 10%, 9% അല്ല. പിന്നെയോ എപ്പോഴും ബാങ്കുകൾക്ക് തീരുമാനം എടുക്കാൻ കഴിയുന്നത് റിപ്പോ പ്ലസ് ഇത്ര ശതമാനം എന്നുള്ളതാണ്. ലെറ്റ്സ് സേ റിപ്പോ 6% എങ്കിൽ ഇവർക്ക് തീരുമാനം എടുക്കാൻ കഴിയുന്നത് റിപ്പോ പ്ലസ് 6% ആണ് ഞങ്ങളുടെ എഡ്യൂക്കേഷൻ ലോൺ എന്ന് HDFCക്ക്. ഞാൻ എക്സാമ്പിൾ പറയുന്നതാണ്, ഇതൊന്നും അല്ല അവരുടെ ലോൺ റേറ്റ്. സോ HDFC ഈ ഒരു റേറ്റ് ആണ് പറയുന്നത്, റിപ്പോ പ്ലസ് 6%. അപ്പോൾ ഒരു പഞ്ചാബ് നാഷണൽ ബാങ്ക് പറയുന്നു അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും, ഞങ്ങൾ കുറച്ചുകൂടെ ലാഭം പിടിക്കാൻ വേണ്ടി, കച്ചവടം പിടിക്കാൻ വേണ്ടി നമ്മൾ റിപ്പോ പ്ലസ് 5% നമ്മൾ എന്ത് കൊടുക്കും, എഡ്യൂക്കേഷൻ ലോൺ കൊടുക്കും എന്നുള്ളതാണ്. സോ ഇവരുടെ ബിസിനസ് സ്ട്രാറ്റജിക്ക് അനുസരിച്ച് ഇവർക്ക് റിപ്പോ പ്ലസ് എത്രയാണ് എന്നുള്ളതോ റിപ്പോ മൈനസ് എത്രയാണെന്നുള്ളതോ അവർക്ക് തീരുമാനിക്കാം. പക്ഷെ ഒരു പ്രാവശ്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു 3-4 വർഷത്തേക്ക് ഇതെടുത്ത് മാറ്റാൻ കഴിയില്ല, അവർക്ക് തോന്നുന്ന പോലെ മാറ്റാൻ കഴിയില്ല. സോ ഒരു പ്രാവശ്യം ഇവരിത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഫിക്സഡ് ആണ്, തൽക്കാലം കുറേ വർഷത്തേക്കെങ്കിലും ഇത് ഫിക്സഡ് ആണ്. ഇനി നോക്കി, ഇനി ഓട്ടോമാറ്റിക്കലി റിപ്പോ ഉയരുമ്പോൾ ലെറ്റ്സ് സേ റിപ്പോ ഇപ്പൊ 6%. സോ 6+6 12 HDFCയുടെ പലിശ. പഞ്ചാബ് നാഷണൽ ബാങ്കിന് 6+5 11 അവരുടെ പലിശ. സോ റിപ്പോ 6 നിന്ന് 7 ഉയർന്നു കഴിഞ്ഞാൽ ഈ 12 എന്തായിട്ട് മാറും, 13 മാറും. ഈ 11 എന്തായിട്ട് മാറും, 12 മാറും. റിപ്പോ 5 കുറഞ്ഞാൽ ഈ 12 എന്തായിട്ട് കുറയും, 12 ഓട്ടോമാറ്റിക്കലി 11 കുറയും. ഈ 11 എന്ത് ചെയ്യും, 10 കുറയും. കണ്ടോ. സോ ഓരോ കൊമേഴ്ഷ്യൽ ബാങ്കുകളും അവരുടേതായിട്ടുള്ള ഇഷ്ടത്തിനാണ് റിപ്പോയും റിവേഴ്സ് റിപ്പോ, ഓരോ ബാങ്കുകളും അവരുടേതായിട്ടുള്ള ഇഷ്ടത്തിനാണ് പലിശകൾ, അവരുടെ ബിസിനസ്സിന് വേണ്ടിയുള്ള പലിശകൾ തീരുമാനിക്കുന്നത് എങ്കിലും ഈ റിപ്പോ അല്ലെങ്കിൽ റിവേഴ്സ് റിപ്പോ റേറ്റിൽ ഇൻഫ്ലുവൻസ് വരുത്തിക്കൊണ്ട് വി ക്യാൻ ഇൻഫ്ലുവൻസ് ദ മണി സപ്ലൈ ഇൻ ദ മാർക്കറ്റ്. ഓക്കെ, സോ ആൾക്കാരുടെ കയ്യിലൊക്കെ ഒത്തിരി ക്യാഷ് കൂടുതലാണ് എന്ന് കാണുമ്പോൾ RBI എന്ത് ചെയ്യും, RBI വിൽ ഇൻക്രീസ് ദ റിപ്പോ. റിപ്പോ കൂട്ടിക്കഴിഞ്ഞാൽ മണി സപ്ലൈ എന്ത് ചെയ്യും, നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഐഡിയ വെച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാം. മണി സപ്ലൈ എന്ത് ചെയ്യും, കൂടോ കുറയോ. റിപ്പോ കൂടുമ്പോഴത്തേക്ക് എന്താണ്, മണി സപ്ലൈ കുറയും. പഴയ ആ ഒരു പൈസയ്ക്ക് ബാങ്കുകൾക്ക് ലോൺ കൊടുക്കാൻ കഴിയില്ല. സോ ലോണുകളുടെ പലിശ ഉയരും. ലോണുകളുടെ പലിശ ഉയരുമ്പോൾ ആൾക്കാർ അധികം ലോൺ എടുക്കാതെ വരുമ്പോഴത്തേക്കും മണി സപ്ലൈ കുറയും. മണി സപ്ലൈ കുറഞ്ഞാൽ ഡിമാൻഡ് എന്ത് ചെയ്യും, ഡിമാൻഡും കുറയും. ഡിമാൻഡ് കുറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്ലേഷൻ എന്ത് ചെയ്യും, ഇൻഫ്ലേഷനും കുറയും. എന്ത് ചെയ്യാൻ, ഇതിനോടൊപ്പം എക്കണോമിക് ഗ്രോത്തും കുറയുക തന്നെ ചെയ്യും. നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇൻഫ്ലേഷൻ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ചെയ്ത പരിപാടിയിൽ എക്കണോമിക് ഗ്രോത്തും കുറയും. ഇത്തരത്തിൽ എക്കണോമിക് ഗ്രോത്ത് കുറഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, നമ്മളല്ല RBI എന്ത് ചെയ്യും, RBI അവരുടെ റിപ്പോ അങ്ങ് കുറയ്ക്കും. റിപ്പോ കുറയ്ക്കും എന്ത് ചെയ്യും, കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ അവരുടെ ഇൻട്രസ്റ്റ് കുറയ്ക്കും. അവർ കുറച്ചില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് കുറയും. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഓട്ടോമാറ്റിക്കലി കുറയും. കുറഞ്ഞു കഴിയുമ്പോൾ ആൾക്കാർ കൂടുതലായിട്ട് ലോൺ എടുക്കും. അങ്ങനെ കൂടുതലായിട്ട് ലോൺ എടുക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക, മണി സപ്ലൈ കൂടും. മണി സപ്ലൈ കൂടുമ്പോൾ എന്താ സംഭവിക്കുക, ഡിമാൻഡും കൂടും. ഡിമാൻഡ് കൂടിക്കഴിഞ്ഞാൽ ഇൻഫ്ലേഷൻ എന്ത് ചെയ്യും, ഇൻഫ്ലേഷനും കൂടും, എക്കണോമിക് ഗ്രോത്തും കൂടും. സോ ഇങ്ങനെയാണ് റിപ്പോ എന്തായിട്ട് പ്രവർത്തിക്കുന്നത്, ഒരു മോണിറ്ററി പോളിസി ടൂളായിട്ട് പ്രവർത്തിക്കുന്നത്. വീണ്ടും ഞാൻ പറഞ്ഞു, ആളുകളുടെ കയ്യിലെ ക്യാഷ് മണി സപ്ലൈ കൂട്ടുന്നത് എക്സ്പാൻഷണറി മോണിറ്ററി പോളിസിയാണ്. ഓക്കെ, ഇത് കോൺട്രാക്ടറി മോണിറ്ററി പോളിസിയാണ്. കോൺട്രാക്ട് ചെയ്യുക, പൈസയുടെ അളവ് കുറയ്ക്കുക എന്നുള്ളത് കോൺട്രാക്ടറി മോണിറ്ററി പോളിസിയാണ്. ആയിക്കോട്ടെ, നിലവിൽ ഇന്ത്യയിലെ റിപ്പോ റേറ്റ് എത്രയാണ്,
6% അല്ലേ, 6.25% കുറഞ്ഞിട്ടുണ്ട്. നേരത്തെ 6.75 ഒക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ റിവേഴ്സ് റിപ്പോ റേറ്റ് 3.35. എന്താണ് മക്കളെ റിവേഴ്സ് റിപ്പോ? ഇപ്പൊ റിപ്പോ റേറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരു കൊമേഴ്ഷ്യൽ ബാങ്കിന് നമ്മുടെ RBIയിൽ നിന്ന് പൈസ വേണം. അങ്ങനെയെങ്കിൽ അവർ RBIയെ സമീപിക്കുന്ന സമയത്ത് RBI പറയുന്ന പലിശ നിരക്കാണ് റിപ്പോ റേറ്റ്. നേരെ മറിച്ച് ഒരു കൊമേഴ്ഷ്യൽ ബാങ്ക് അവരുടെ കയ്യിലിരിക്കുന്ന സാധനങ്ങൾ, ലെറ്റ്സ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ആവാം, ഗോൾഡ് ആകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാധനമാകാം, അല്ലെങ്കിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ക്യാഷ് തന്നെ ആകാം, ഈ സാധനം ഇവർ RBIയിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ പോകുന്നു. ഇത്തരത്തിൽ RBIയിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് RBI ഇവർക്ക് കൊടുക്കുന്ന പലിശയെ പറയുന്ന പേരാണ് റിവേഴ്സ് റിപ്പോ റേറ്റ്. ഓക്കെ, റിവേഴ്സ് റിപ്പോ റേറ്റ്. സോ സാധാരണഗതിയിൽ നമ്മൾ ചെയ്യുന്ന പരിപാടി തന്നെയാണല്ലോ. എടാ, നമ്മളിപ്പോൾ സാധാരണഗതിയിൽ എന്താ ചെയ്യുക? നമുക്ക് പൈസ ആവശ്യം വരുന്ന സമയത്ത് നമ്മുടെ ഗോൾഡ് കൊണ്ട് നമ്മൾ ബാങ്കിൽ പണയം വെച്ച് ക്യാഷ് എടുക്കും അല്ലേ? അതുപോലെ കൊമേഴ്ഷ്യൽ ബാങ്കുകൾ അവരുടെ കയ്യിലിരിക്കുന്ന ഗോൾഡോ അല്ലെങ്കിൽ അവരുടെ കയ്യിലിരിക്കുന്ന എന്തെങ്കിലും സാധനങ്ങളോ ഒക്കെ കൊണ്ടുവന്ന് RBIയിലേക്ക് വെച്ചിട്ട് RBIയുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് വാങ്ങി ആ ഇൻട്രസ്റ്റ് കൊണ്ട് അവരുടെ ബിസിനസ് നടത്തുന്നു. അപ്പോൾ ആ ഒരു പ്രോസസ്സിന്റെ ഫലമായി, അതായത് കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ ഡിപ്പോസിറ്റുകൾക്ക് പകരമായി RBI കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് കൊടുക്കുന്ന ക്യാഷിന് പറയുന്ന പേരാണെന്ത്, ആ ഒരു ഇൻട്രസ്റ്റ് റേറ്റിന് പറയുന്ന പേരാണെന്ത്, റിവേഴ്സ് റിപ്പോ റേറ്റ്. ഇതിനകത്ത് ഒരു പ്രത്യേകത ഉണ്ടടാ. ഇനി 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 ഇത് മാത്രമല്ല, ഇപ്പോൾ ക്യാഷ് ഇതുപോലെ ഡിപ്പോസിറ്റ് ചെയ്യും. ഇപ്പം നമ്മുടെ കയ്യിൽ ഒരുപാട് ക്യാഷ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ക്യാഷ് കൊണ്ടൊന്ന് FD ഇടാം അല്ലേ, ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇടാം. നമ്മൾ FD ഇടുന്ന സമയത്ത് നമുക്ക് ബാങ്കിൽ നിന്ന് അത്യാവശ്യം നല്ല ക്യാഷ് കിട്ടും. ഇനി FD തന്നെ ഇടണമെന്നില്ല, ഏതെങ്കിലും സേവിങ്സ് അക്കൗണ്ടിൽ നമുക്ക് കൊണ്ടെന്ത് ചെയ്യാം? ക്യാഷ് ഇടാം. സോ ആ ക്യാഷ് നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്യുമ്പോൾ അതിന് പകരം നമുക്ക് ബാങ്ക് എന്ത് ചെയ്യും? ഇൻട്രസ്റ്റ് തരും. ഇതുപോലെ ഓവർനൈറ്റ് നമ്മുടെ ബാങ്കുകൾ RBIയിലേക്ക് ക്യാഷ് ഇടും. ഇത്തരത്തിൽ ഓവർനൈറ്റ് ക്യാഷ് ഇടുന്ന സമയത്ത് RBI തിരിച്ച് ബാങ്കുകൾക്ക് ഒരു പലിശ കൊടുക്കും. ആ പലിശ പറയുന്ന പേരാണെന്ത്, റിവേഴ്സ് റിപ്പോ റേറ്റ്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടടാ. ഇപ്പൊ നമ്മൾ ഒരു FD ബാങ്കിലേക്ക് ഇടാൻ പോകുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ വെറുതെ FD ഇടുകയല്ല. FD ഇടുമ്പോൾ അതിന്റെ പേപ്പർ നമുക്ക് സർക്കാർ തരും. സർക്കാരല്ല, ബാങ്ക് നമുക്ക് തരും. ഇത്ര രൂപ ഇയാൾ ഇവിടെ FD ഇട്ടേക്കുകയാണ് എന്ന് പറഞ്ഞിട്ട്. ഇതുപോലെ ഈ കൊമേഴ്ഷ്യൽ ബാങ്കുകൾ RBIക്ക് ഇവരുടെ കയ്യിലിരിക്കുന്ന ക്യാഷ് കൊണ്ട് കൊടുക്കുന്ന സമയത്ത് RBI ഈ റിവേഴ്സ് റിപ്പോ റേറ്റ് അനുസരിച്ചുള്ള പലിശയും ഈ കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് കൊടുക്കും. അതിന് പുറമെ RBIയുടെ കയ്യിലിരിക്കുന്ന കുറച്ച് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് മറ്റൊക്കെ ഈ ബാങ്കുകൾക്ക് കൊടുക്കും. ലെറ്റ്സ് സേ 1 ലക്ഷം രൂപ കൊമേഴ്ഷ്യൽ ബാങ്ക് RBIയിൽ ഡിപ്പോസിറ്റ് ചെയ്താൽ 1 ലക്ഷം രൂപയ്ക്ക് തുല്യമായ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് RBI ആർക്ക് കൊടുക്കും? നമ്മുടെ ഈ കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് കൊടുക്കും. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, RBIക്ക് ഇത് ഇഷ്ടപ്പെടുകൂടാ? തൻ്റെ കയ്യിലിരിക്കുന്ന കൊമേഴ്ഷ്യൽ ബാങ്ക് തൻ്റെ കയ്യിലിരിക്കുന്ന സാധനങ്ങൾ മറ്റവൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുക്കുന്നത് RBIക്ക് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് തന്നെ നിലവിൽ ഇപ്പോൾ ഈ റിവേഴ്സ് റിപ്പോ എന്ന് പറയുന്ന സാധനം വർക്ക് ചെയ്യുന്നില്ല കേട്ടോ. അതായത് റിവേഴ്സ് റിപ്പോ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ RBI ബാങ്കുകൾക്ക് ക്യാഷ് ലെൻഡ് ചെയ്യുന്നില്ല. ലെൻഡ് വേണമെങ്കിൽ കൊടുക്കും, പക്ഷെ ആൾക്കാർ ഈ റിവേഴ്സ് റിപ്പോ ഉപയോഗിച്ചുകൊണ്ട് ക്യാഷ് എടുക്കാതിരിക്കാനുള്ള ആൾക്കാരല്ല, കൊമേഴ്ഷ്യൽ ബാങ്കുകൾ ക്യാഷ് എടുക്കാതിരിക്കാനുള്ള ചില പരിപാടികൾ ഇപ്പോൾ RBI ചെയ്തു വെച്ചിട്ടുണ്ട്. എന്താണോ എന്നുള്ളത് നമുക്ക് നോക്കാം. എനിവേ, നമ്മൾ പറഞ്ഞ സാധനം റിപ്പോ റേറ്റ് എന്താണ്, റിവേഴ്സ് റിപ്പോ റേറ്റ് എന്താണ്? റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് എത്ര ശതമാനം പലിശയ്ക്കാണ് RBI ക്യാഷ് കൊടുക്കുന്നത്, ആ ഇൻട്രസ്റ്റ് റേറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക? റിപ്പോ റേറ്റ് എന്ന് പറയുക. റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ ഡിപ്പോസിറ്റിന് RBI എത്ര രൂപയാണ് പലിശ കൊടുക്കുന്നത്. സോ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ RBI റിവേഴ്സ് റിപ്പോ റേറ്റ് കൂട്ടി, എന്ത് സംഭവിക്കും? റിവേഴ്സ് റിപ്പോ കൂട്ടിക്കഴിഞ്ഞാൽ RBI റിവേഴ്സ് റിപ്പോ കൂട്ടിക്കഴിഞ്ഞാൽ ബാങ്കുകൾ വിചാരിക്കും, എടാ നമ്മൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ക്യാഷ് എടുത്ത് റിവേഴ്സ് റിപ്പോ കൂട്ടിക്കഴിഞ്ഞാൽ ബാങ്കുകൾ വിചാരിക്കും, എടാ നമ്മൾ നമ്മുടെ കയ്യിലെ ക്യാഷ് എടുത്ത് വെറുതെ ഈ ആൾക്കാർക്ക് കൊടുക്കുന്നത് ഭയങ്കര റിസ്ക്കാണ്. കാരണം ആൾക്കാർ നമുക്ക് തിരിച്ച് തരുമോ ഇല്ലയെന്നോ നമുക്ക് അറിയില്ല. മറ്റത് RBIക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് പക്കയാണ്. RBI എന്തായാലും ഈ ക്യാഷ് തിരിച്ചു തരും, പലിശയും കൃത്യമായിട്ട് തരും. അതുപോലെ ഇപ്പോൾ നിലവിൽ ഉണ്ടായിരുന്നതിനേക്കാളും പലിശ കൂടുതൽ തരാമെന്നാണ് RBI പറയുന്നത്. സോ ഒരു കാര്യം ചെയ്യാം, നമുക്ക് കൂടുതൽ ക്യാഷ് കൊണ്ടുവന്ന് RBIയിലേക്ക് ഡിപ്പോസിറ്റ് ചെയ്യാമെന്ന് കൊമേഴ്ഷ്യൽ ബാങ്കുകൾ വിചാരിക്കും. സോ വെൻ റിവേഴ്സ് റിപ്പോ ഈസ് ഇൻക്രീസിങ്,
കൊമേഴ്ഷ്യൽ ബാങ്ക്സ് വിൽ ഡിപ്പോസിറ്റ് മോർ മണി വിത്ത് RBI. കൊമേഴ്ഷ്യൽ ബാങ്ക്സ് വിൽ ഡിപ്പോസിറ്റ് മോർ മണി വിത്ത് RBI. അതായത് കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ കയ്യിൽ എന്ത് കുറഞ്ഞു? ക്യാഷ് കുറഞ്ഞു. അതായത് എന്ത് കുറഞ്ഞടാ? മണി സപ്ലൈ കുറഞ്ഞു. റിവേഴ്സ് റിപ്പോ കൂടുമ്പോൾ മണി സപ്ലൈ കുറയും. മണി സപ്ലൈ കുറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അറിയാം എന്ത് സംഭവിക്കും? ഡിമാൻഡ് കുറയും, ഇൻഫ്ലേഷൻ കുറയും, എക്കണോമിക് ഗ്രോത്ത് കുറയും. നേരെ മറിച്ച് റിവേഴ്സ് റിപ്പോ കുറഞ്ഞാലോ മണി സപ്ലൈ കൂടും. ബാക്കി എന്തൊക്കെ സംഭവിക്കും നിങ്ങൾക്ക് അറിയാമല്ലോടാ. ശരി.